So, welcome to yet another class of Master Academy. In കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ APP എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ചെയ്തു. ഇനി നമ്മൾ നേരെ സിലബസിലോട്ട് കിടക്കുകയാണ്. സോ അതിൽ ഫസ്റ്റ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 ആക്ട് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സിലബസിൽ കുറച്ച് ഷഫിൾ ചെയ്തിട്ടാണ് ടോപ്പിക്സ് ഉള്ളത്. നമുക്ക് മാക്സിമം ഒരു ഓർഡറിൽ പഠിച്ചു പോകാൻ നോക്കാം മാക്സിമം. സോ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 നമുക്കറിയാം BNSS എന്ന് പറയുന്ന ഒരു ക്രിമിനൽ പ്രൊസീജിയറൽ ലോ ആണ്. സോ വാട്ട് ഈസ് ക്രിമിനൽ ലോ? എന്താണ് ക്രിമിനൽ ലോയുടെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ? സോ ദ മെയിൻ പേർപ്പസ് ഓഫ് ക്രിമിനൽ ലോ എന്ന് പറഞ്ഞാൽ ഇസ് ടു പ്രൊട്ടക്ട് ദി സൊസൈറ്റി ഫ്രം ലോ ബ്രേക്കേഴ്സ് ആൻഡ് ക്രിമിനൽസ്. നമുക്കറിയാതെ. സോ എങ്ങനെയാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഈ ക്രിമിനൽ നമ്മളെ സൊസൈറ്റിയിൽ നിന്ന്, ഈ ലോ ബ്രേക്കേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ക്രിമിനൽസിൽ നിന്ന് ക്രിമിനൽ ലോ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന്, അത് കൃത്യമായ ഒഫൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ഇറ്റ്സ് മേക്ക് ഷുവർ ഓർ അറ്റംപ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ദി അക്യൂസ്ഡ് ഓർ ദി ക്രിമിനൽസ് സഫേർഡ് പ്രിസ്ക്രൈബ് പണിഷ്മെന്റ് ഫോർ ദ ഒഫൻസ് ഹി കമ്മിറ്റഡ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ the criminal law in its wider sense we can classify into two categories, that is substantive law and procedural law. Substantive criminal law എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? So in substantive law it prescribes the punishment or offense എന്താണെന്നാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സബ്സ്റ്റാൻറ്റീവ് ലോ എന്താണ് ഒഫൻസ് അല്ലെങ്കിൽ എന്താണ് അതിനുള്ള പണിഷ്മെന്റ് എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്റ്റാൻറ്റീവ് ലോ ആണ്. സോ വൈൽ ദ പ്രൊസീജിയർ ലോ ഈസ് ടു അഡ്മിനിസ്റ്റർ ദ സബ്സ്റ്റാൻറ്റീവ് ലോ. അതാണ് ആ പണിഷ്മെന്റ് എങ്ങനെ അയാൾക്ക് കിട്ടണം, ത്രൂ എങ്ങനെ അയാൾക്ക് ആ പണിഷ്മെന്റ് കിട്ടും എന്ന് പറയുന്നത് പ്രൊസീജിയറൽ ലോ ആണ്. സോ ഇറ്റ് ഈസ് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദി എൻഫോഴ്സ്മെന്റ് ഓഫ് സബ്സ്റ്റാൻറ്റീവ് ലോ ആണ് നമ്മുടെ പ്രൊസീജിയറൽ ലോ എന്ന് പറഞ്ഞാൽ. സോ BNSS ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ ക്രിമിനൽ പ്രൊസീജിയറൽ ലോ ആയിരിക്കും. BNS അത് IPC, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ഇതെല്ലാം നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് ലോ ആണ്. BNS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ പ്രൊസീജിയറൽ ലോ ആയിരിക്കും. അത് പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്, എങ്ങനെയാണ് ഒരു ഒഫൻഡർ അല്ലെങ്കിൽ ലോ ബ്രേക്കർക്ക് എങ്ങനെയാണ് അയാളുടെ പ്രിസ്ക്രൈബ് പണിഷ്മെന്റ് അയാളിലേക്ക് എത്തുന്നതെന്നാണ് നമ്മുടെ പ്രൊസീജിയറൽ ലോ പറയുന്നത്. ഓക്കെ, സോ നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം CRPC ആയിരുന്നു. ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, പുതിയ ഒരു ആക്ട് തന്നെ, നമ്മുടെ അമെന്റ് ഒന്നും ചെയ്യാതെ പുതിയൊരു ആക്ട് തന്നെ കൊണ്ടുവന്നു നമുക്ക്. അതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. ഇത് അതായത് 11th August 2023 11th August 2023 ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 11th August 2023 ഇതിന് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടുന്ന December 25, 2023 ഇതിന് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടുന്നു. ബട്ട് ഇറ്റ് കെയിം ടു ഫോഴ്സ് ഓൺ 1st July 2024 അത് ഫോഴ്സിൽ വരുന്നത്. പക്ഷെ നമ്മളിപ്പോഴും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 തന്നെയാണ് പറയുന്നത്. ബട്ട് ഇറ്റ് കെയിം ടു ഫോഴ്സ്, തെറ്റരുത്, ഇറ്റ് കെയിം ടു ഫോഴ്സ് ഓൺ July 1st, 2024 അത് നിലവിൽ വന്നത്. ഓക്കെ, സി അതില് 39 ചാപ്റ്റേഴ്സ് പുതിയ 39 ചാപ്റ്റേഴ്സ്, ഐ മീൻസ് നേരത്തെ ഉണ്ടായിരുന്നതിൽ 39 ചാപ്റ്റേഴ്സ് ഉണ്ട് ഇപ്പം. അതുപോലെ തന്നെ 531 sections and also 2 schedules. Okay, so 39 chapters ഉണ്ട്, 531 sections ഉണ്ട്, and 2 schedules. ഇത് ഓർത്തിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ചില എക്സാംസിന് എടുത്ത് ചോദിക്കാറുണ്ട് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര സെക്ഷൻസ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇത് നോക്കിയിട്ട് വേണം പോവാൻ. 39 ചാപ്റ്റേഴ്സ്, 531 sections and 2 schedules. ഓക്കെ, അതുപോലെ തന്നെ പുതിയ കുറെ കാര്യങ്ങളോട് നമ്മൾ BNSൽ വായിച്ചവർക്ക് അറിയാം. സോ പുതിയ ടൈം ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഡിസ്ചാർജ് പെറ്റീഷൻ, ഒരു ട്രയൽ നടക്കും, ഡിസ്ചാർജ് പെറ്റീഷൻ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ഹാജരാക്കണം, നമ്മുടെ അണ്ടർ ട്രയൽ പ്രിസണേഴ്സിന് കുറെ ടൈം ലൈൻസ് നമ്മുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും നമ്മുടെ ഡിലേസ്, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഡിലേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറെ ടൈം ലൈൻസ് ഇപ്പോഴും. അതുപോലെ പുതിയ ടെക്നോളജികൾ, അതായത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ BNSSൽ. ഓക്കെ, so criminal justice administration. What is the purpose of criminal justice administration എന്ന് നമ്മുടെ സിലബസിൽ ഒരു ടോപ്പിക് ആണ്. See, what is criminal justice administration എന്ന് പറഞ്ഞാൽ it is a system of government agencies, policies and process used to maintain social control, enforce laws and penalize offenders. See, this is BNSS. അതന്നെയാണ് ഇത് പറയുന്നത്. The main functionaries, that is criminal justice administration, അതായത് criminal justice administration എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത്
നമ്മുടെ ടു മെയിൻറ്റെയിൻ സോഷ്യൽ കൺട്രോൾ ഓർ എൻഫോഴ്സ് ലോസ് ആൻഡ് പീനലൈസ് ഒഫൻഡേഴ്സ്, എന്തിനു വേണ്ടിയിട്ട്? പബ്ലിക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ജസ്റ്റിസ്, ഫെയർനെസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറച്ചുള്ള ഗവൺമെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ പോളിസീസ് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ദ ഫങ്ഷണറീസ് എക്സസൈസിങ് പവേഴ്സ് ആൻഡ് ഡിസ്ചാർജിങ് ഡ്യൂട്ടീസ്, ഈ ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫങ്ഷണറീസ് എന്ന് പറഞ്ഞാല് ഇവരാണ് ആക്ച്വലി ഇത് ഈ പറയുന്ന ഒരു ഇത് നമുക്ക്, അതായത് ഈ പബ്ലിക് സേഫ്റ്റി, ജസ്റ്റിസ്, ഫെയർനെസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് പോലീസ്, ദ പ്രോസിക്യൂട്ടേഴ്സ്, ഡിഫൻസ് കൗൺസിൽ, കോർട്സ്, പ്രിസൺ അതോറിറ്റീസ് ആൻഡ് കറക്ഷണൽ സർവീസ് പേഴ്സണൽസ്. ഓക്കെ, ഇവരൊക്കെയാണ് ഈ പറയുന്ന ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷണറീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു BNS ഒരു ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റീവ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പോളിസീസ്, പ്രോസസ്, അതിലൊരു ഭാഗമാണ് BNSS എന്ന് പറഞ്ഞാൽ. BNSS എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദ പ്രൊസീജിയർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് ഇൻ അവർ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻ 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി ആൻഡ് ട്രയൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ മെയിൻ ഫങ്ഷണറീസ് എന്ന് പറഞ്ഞാൽ പോലീസ്, ഡിഫൻസ് കൗൺസിൽ, പ്രോസിക്യൂട്ടേഴ്സ്, കോർട്സ്, സ്റ്റേറ്റ്, ഇതെല്ലാം പറഞ്ഞു. ഇവരൊക്കെ ഫസ്റ്റ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ, ദെൻ ഇൻക്വയറി ആൻഡ് ദ ട്രയൽ. ആ ട്രയൽ കഴിയുമ്പോഴാണ് എന്ത് കോർട്ട് തീരുമാനിക്കുന്നത്, എന്ത് പണിഷ്മെന്റ് ആണ് അയാൾക്ക് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, സോ സെക്ഷൻ 2 clause 1 ഡിഫൈൻസ് എന്ന് നമ്മുടെ BNS-ൽ എടുത്ത് 2 clause 1-ൽ ഡിഫൈൻ 2 clause L 2 clause L ഡിഫൈൻ ചെയ്യുന്നുണ്ട് what is investigation. So includes all the proceedings under this code for the collection of evidence conducted by a police officer or any other person other than magistrate. Okay, ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ഓർ എനി പേഴ്സൺ, ബട്ട് അതിൽ ആര് ഇൻക്ലൂഡ് അല്ല? മജിസ്ട്രേറ്റ് ഇൻക്ലൂഡഡ് അല്ല. who is authorized by a magistrate in this behalf. പക്ഷെ ഈ പേഴ്സൺ അല്ലേ, ടു എനി അതർ പേഴ്സൺ, അത് ഓതറൈസ് ചെയ്യുന്നത് മജിസ്ട്രേറ്റ് ആയിരിക്കാം. പക്ഷെ മജിസ്ട്രേറ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റില്ല. നമ്മൾ കോഗ്നിസബിൾ, നോൺ കോഗ്നിസബിൾ ഒഫൻസിന്റെ കാര്യം പറയുന്നില്ലേ? സോ അതുപോലെ തന്നെ എന്താ പറയാ, ചില കംപ്ലൈൻസ്, അതായത് ഒരു പ്രൈവറ്റ് കംപ്ലൈൻസ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? മജിസ്ട്രേറ്റിന് ഓർഡർ ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഓഫീസർക്ക് ഓതറൈസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട്. സോ ഇവിടെ കേക്ക്, so the investigation includes all proceedings under this code for the collection of evidence conducted by a police officer or by any person who is authorized by any person no other than magistrate who is authorized by magistrate in this behalf. Okay, this is investigation. Then 2 clause G-ൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷനിലെ ഭാഗമായിട്ട് അതിൽ കോഗ്നിസബിൾ ആണോ നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണോ എന്നുള്ളത് അത് ഞാൻ അടുത്ത ഇതിൽ ഞാൻ ക്ലാസിഫിക്കേഷൻ ഒഫൻസിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം എന്താണ് കോഗ്നിസബിൾ, നോൺ കോഗ്നിസബിൾ ഒഫൻസ്. നിങ്ങൾ ഇത്ര അറിയുക നോൺ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ഒഫൻസ് ആണ്. അതിൽ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസ് ഓഫീസേഴ്സ് എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാൻ പറ്റും കോഗ്നിസബിൾ ഒഫൻസിന്റെ കേസിലാണെങ്കിൽ. സോ അവിടെ നമുക്ക് മജിസ്ട്രേറ്റിന്റെ ഓതറൈസേഷന്റെ ആവശ്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഹു ഇസ് ഓതറൈസ്ഡ് ബൈ മജിസ്ട്രേറ്റ് ഇൻ ദിസ് ബിഹാഫ്, അതിൽ വരുന്നത് നോൺ കോഗ്നിസബിൾ ഒഫൻസിലാണ് ഒരു ഓതറൈസേഷന്റെ ആവശ്യം വരുന്നത്. കോഗ്നിസബിൾ ഒഫൻസിൽ അങ്ങനെ ഒരു വിതൗട്ട് വാറന്റ്, ഒരു ഓതറൈസേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും പറ്റും, അതായത് പോലീസ് ഓഫീസർക്ക് കോഗ്നിസബിൾ ഒഫൻസ്. ബട്ട് നോൺ കോഗ്നിസബിൾ ഒഫൻസിന്റെ കാര്യമാണെങ്കിൽ നോൺ കോഗ്നിസബിൾ ഒഫൻസ് മീൻസ് ഫോർ വിച്ച് an offense for which and a non-cognizable case means a case in which a police officer has no authority to arrest without warrant ഇല്ലാതെ അയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കുറച്ചുകൂടി ലെസ് സീരിയസ് ഒഫൻസസ് ആയിരിക്കും. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത് പറഞ്ഞുതരാം ഇതിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ദെൻ ഇൻക്വയറി. നമ്മൾ നേരത്തെ പറഞ്ഞു 3 stages ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ 3 stages ഞാൻ പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി ആൻഡ് ട്രയൽ. സോ ഇൻക്വയറിയും ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2 clause K-ലാണ്. മീൻസ് ഇൻക്വയറി മീൻസ് എവറി ഇൻക്വയറി അതർ ദാൻ എ ട്രയൽ കണ്ടക്ടഡ് അണ്ടർ ദിസ് കോഡ് ബൈ എ മജിസ്ട്രേറ്റ് ഓർ കോർട്ട്. മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കോർട്ട് കണ്ടക്ട് ചെയ്യുന്ന ട്രയൽ അല്ലാതെ വരുന്ന എല്ലാ ഇൻക്വയറീസിനും നമ്മൾ ഇൻക്വയറി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് 2 clause K-ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ആൻ ഇൻക്വയറി? സോ മീൻസ് എവറി ഇൻക്വയറി അതർ ദാൻ എ ട്രയൽ കണ്ടക്ടഡ് അണ്ടർ ദിസ് കോഡ് ബൈ എ മജിസ്ട്രേറ്റ് ഓർ കോർട്ട്. then ക്രിമിനൽ ട്രയൽ. ഇനി ട്രയൽസ് ആണ്, ട്രയൽസ് ഡിഫൈൻ ചെയ്തിട്ടില്ല. ബട്ട് ട്രയൽസിനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇൻക്ലൂഡഡ് ആണ്. ട്രയൽ നമുക്ക് കേസസ് അനുസരിച്ചാണ്. വാറന്റ് കേസ്, സമൻസ് കേസ്, സമ്മറി നമുക്ക് ഉണ്ട്. വാറന്റ് കേസ് ആൻഡ് സമൻസ് കേസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്.
ഈവൻ ട്രയൽ നടത്തുന്നതും സമൻസ് കേസിൽ വേറൊരു ട്രയൽ, വാറന്റ് കേസിന് വേറൊരു ട്രയൽ, പിന്നെ വീണ്ടും സമ്മറി ട്രയൽസ്, അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ട്രയൽസിന്. ഓക്കെ, അത് നമ്മൾ നമ്മുടെ ഒരു പോർഷനൂടെയാണ് പഠിക്കേണ്ട വാറന്റ്, സമൻസ് ആൻഡ് സമ്മറി ട്രയൽസ് എന്ന് പറഞ്ഞാൽ. അത് അപ്പം നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക. ഇനി ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി ആൻഡ് ട്രയൽ, അത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് ആ ഒരു ഓർഡറിൽ തന്നെ നമ്മുടെ BNS പഠിക്കുന്ന നമ്മൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോകുന്നതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി, ട്രയൽ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസസ് ഓഫ് ക്രിമിനൽ കോഡ്സ് ആൻഡ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ ആണ്. ഓക്കെ, സെക്ഷൻ 6 നമ്മുടെ കോഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. Besides the high courts and the court constitute under any other law other than this Sanhita, there shall be in every state there is a court of section, judicial magistrate of first class, judicial magistrate of second class, and executive magistrate. First എന്ന് പറഞ്ഞ ഒരു നമ്മുടെ കോർട്സിന്റെ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട്, ഹൈ കോർട്ട്, ക്രിമിനൽ ലോയിലാണ് ഹൈ കോർട്ട്, ദെൻ കോർട്ട് ഓഫ് സെക്ഷൻ, ദെൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ്, ചീഫ്, ഓക്കെ, first class, magistrate second class, and executive magistrate. Okay, സുപ്രീം കോർട്ടിൽ നമ്മൾ ആർട്ടിക്കിൾ 32 നമ്മൾ പറയുന്നുണ്ട്. ഈവൻ ക്രിമിനൽ മാറ്റേഴ്സിലെല്ലാം ഉള്ള സുപ്രീം കോർട്ടിലെ നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോർട്ടിലും നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ 227 ആർട്ടിക്കിൾ 227 പറയുന്നുണ്ട് ഹൈക്കോർട്ടിനുള്ള സൂപ്രണ്ടന്റ് പവറിനെ പറ്റി പറയുന്ന ഏതൊക്കെ ഓൾ കോർട്സ് ത്രൂ ഓവർ ഓൾ കോർട്സ് ആൻഡ് ട്രിബ്യൂണൽസ് 227 അനുസരിച്ച് ഹൈക്കോർട്ട് അങ്ങനെ സൂപ്രണ്ടൻസ് പവർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്രിമിനൽ ലോയിലും ഹൈക്കോർട്ടിന് ഒരു സൂപ്രണ്ടൻസ് പവർ ഓവർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരു ഓവറായിട്ട് ഒരു സൂപ്രണ്ടൻസ് പവർ ക്രിമിനൽ ലോയിലും ഹൈക്കോർട്ടിന് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഒരു എക്സ്പീഡിഷ്യസ് ട്രയൽ അല്ലെങ്കിൽ ഫെയർ ട്രയലിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ പവർ അവർ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോർട്ട് ഹാവ് ഒരു സൂപ്രണ്ടൻസ് പവർ ഓവർ ദി കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമ്മുടെ ക്രിമിനലിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, കോർട്ട് ഓഫ് സെക്ഷൻ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ആൻഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ഇവിടെ നമ്മുടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പോലെ തന്നെ സെപ്പറേറ്റ് ഒരു ഡിവിഷൻ ആയിട്ടാണ് നമ്മൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ കാര്യം ഇവിടെ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 50 പറയുന്നുണ്ട് ജുഡീഷ്യറി എപ്പോഴും എക്സിക്യൂട്ടീവിൽ നിന്നൊരു സെപ്പറേറ്റഡ് ആയിരിക്കുമെന്ന്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കാരണം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിന്റെ കൺട്രോളിലാണ്. പക്ഷെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലായിരിക്കും. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. സോ അവിടെ തന്നെ എക്സിക്യൂട്ടീവ്, അതായത് ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എസെൻഷ്യലി ജുഡീഷ്യൽ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസ്, ലോ ആൻഡ് ഓർഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ആയിരിക്കും. സോ ആ ഇൻഡിപെൻഡൻസി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് കാരണം അതുപോലെ തന്നെ ഇവിടെ ഒരു സെപ്പറേഷൻ വരുന്നുണ്ട് എക്സിക്യൂട്ടീവായിട്ട്. അതായത് അങ്ങനെ ഒരു പ്രോസിക്യൂഷനുമായിട്ട് ഒരു കണക്ഷൻ. പ്രോസിക്യൂഷൻ എന്താണ്? പ്രോസിക്യൂഷൻ എപ്പോഴും സ്റ്റേറ്റിന്റെ ബിഹാഫ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോസിക്യൂഷനുമായിട്ട് ഒരു കണക്ഷൻ ജുഡീഷ്യറിക്ക് അവിടെ വരുന്നില്ല. ഒരു ഇംപാർഷ്യൽ ജസ്റ്റിസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോറി. സോ കോർട്ട് ഓഫ് സെക്ഷൻ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സെക്കൻഡ് ക്ലാസ് ആൻഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. സോ സെക്ഷൻ 6 നിങ്ങൾ ഓർത്തിരിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് കോർട്സ്. ബിസൈഡ്സ് ഹൈ കോർട്ട് ആൻഡ് ദ കോർട്സ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ എനി അതർ ലോ, മറ്റേതെങ്കിലും ലോയിൽ ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയെ ഡീൽ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അണ്ടർ എനി അതർ ലോ അതർ ദാൻ ദി സംഹിത there shall be in every state court of section, judicial magistrate of first class, second class and executive magistrate. Okay, so ഇതിന്റെ ഒരു ചാർട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്രിമിനൽ ഇവിടുത്തെ BNSൽ സെക്ഷൻസും ഉണ്ട്. ഇനി നമ്മൾ ടെറിട്ടോറിയൽ ഡിവിഷൻ സെക്ഷൻ 7 ടെറിട്ടോറിയൽ ഡിവിഷൻസിനെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നമ്മളൊരു ടെറിട്ടോറിയൽ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? ഫോർ ദ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നിനെ നമ്മൾ ടെറിട്ടോറിയൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ എൻറ്റയർ കൺട്രി ഇന്ത്യ, ലൈക്ക്
എൻറ്റയർ കൺട്രിയെ നമ്മൾ സ്റ്റേറ്റ്സിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റ്സിനെ നമ്മൾ ഓരോ സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ സെഷൻസിനെ തന്നെ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്ട്രിക്റ്റിനെ വീണ്ടും സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ എൻറ്റയർ കൺട്രി ഓർ ദ എൻറ്റയർ ടെറിട്ടറി ഓഫ് ഇന്ത്യ നമ്മൾ സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ആ സ്റ്റേറ്റിൽ തന്നെ ഓരോ സെഷൻസ് ഉണ്ടായിരിക്കും. ആ സെഷൻസിൽ തന്നെ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആ ഡിസ്ട്രിക്റ്റിനെ തന്നെ വീണ്ടും സബ് ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഈ ഡിവിഷൻ എന്തിനാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ടെറിട്ടോറിയൽ യൂണിറ്റ് നമ്മൾ ആ ഒരു ഡിവിഷൻ കൊണ്ടുവരുന്നത് ബെറ്റർ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. എത്ര യൂണിറ്റ്സ് ഉള്ള അല്ലെങ്കിൽ നമ്പർ ആൻഡ് സൈസ് ഓഫ് ദിസ് ഡിവിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി നീഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ആ ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഡിവിഷനിൽ എന്തുമാത്രം അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ നമ്മുടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ടെറിട്ടോറിയൽ യൂണിറ്റ്സിന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. സി ഇവിടെ പറയുന്ന നോക്കൂ, സെക്ഷൻ 7 clause 1 പറയുന്നത് every state shall be a session division or shall consist of session divisions, and every session division shall for the purpose of Sanhita be a district or consist of district. So every state നെ നമ്മൾ എന്താണ് സെഷൻ ഡിവിഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ കൺസിസ്റ്റ് ഓഫ് സെഷൻ ഡിവിഷൻസ് ആണ്. ആൻഡ് എവറി സെഷൻ ഡിവിഷൻസ് ഡിസ്ട്രിക്ട് ആയിട്ടോ ഷാൽ ബി എ ഡിസ്ട്രിക്ട് ഓർ കൺസിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ആണ്. അതുപോലെ ക്ലോസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ഓൾട്ടർ ദ ലിമിറ്റ്സ് ഓർ നമ്പർ ഓഫ് സച്ച് ഡിവിഷൻസ് ആൻഡ് ഡിസ്ട്രിക്ട്. ഇതിന്റെ നമ്പർ ഓഫ് ഹൈക്കോർട്ടിന്റെ കൺസൾട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യാം വിത്ത് കൺസൾട്ടേഷൻ ഓഫ് ഹൈക്കോർട്ട്. ഇവിടെ നോക്കൂ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ആണ്. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമായിട്ടല്ല ഇവിടെ അത് ഡീൽ ചെയ്യുന്നത്, വിത്ത് ദ കൺസൾട്ടേഷൻ ഓഫ് ഹൈക്കോർട്ട് ആണ്. കാരണം നമ്മുടെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹൈക്കോർട്ട് തന്നെയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. സോ വിത്ത് ദ കൺസൾട്ടേഷൻ ഓഫ് ഹൈക്കോർട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാം. ഇവരുടെ നമ്പേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റ്സ് ഓൾട്ടർ ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ഓർ നീഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഡിവിഷൻ നടത്തുന്നത്. ഓക്കെ, ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ഡിവൈഡ് any district divisions into subdivisions and may alter the limits or the number of such subdivisions kuta. And the session divisions, district and subdivisions existing in a state at the commencement of this Sanhita shall be deemed to have been formed under this section. Then section 8 court of section 8 പറ്റിയാണ് section 8 പറയുന്നത്. Clause 1, the state government shall establish a court of section for every session division. അപ്പോൾ സെഷൻ ഡിവിഷൻ സെക്ഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആ സെഷൻ ഡിവിഷനിലേക്ക് ആരാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ എസ്റ്റാബ്ലിഷ് എ കോർട്ട് ഓഫ് സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ബട്ട് സി എവറി കോർട്ട് ഓഫ് സെഷൻ ഷാൽ ബി പ്രിസൈഡഡ് ഓവർ ബൈ എ ജഡ്ജ് ടു ബി അപ്പോയിന്റഡ് ബൈ ഹൈക്കോർട്ട്. പക്ഷെ അവിടെ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഹൈക്കോർട്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സെഷൻ ഡിവിഷൻസിൽ ഓരോ കോർട്ട് ഓഫ് സെഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ആയിരിക്കും. ഓക്കെ, ക്ലോസ് 3, the high court may also appoint additional session judge to exercise jurisdiction in court of section. അഡീഷണൽ സെഷൻ ജഡ്ജസിനെയും ഹൈക്കോടതിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യാം. സോ ദി അഡീഷണൽ സെഷൻ ജഡ്ജ്, നേരത്തെ നമുക്ക് അസിസ്റ്റന്റ് സെഷൻ ജഡ്ജ് ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അസിസ്റ്റന്റ് സെഷൻ ജഡ്ജിന്റെ പ്രൊവിഷൻ ഇപ്പൊ നമുക്കില്ല. CRPC പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് സെഷൻ ജഡ്ജ്, ഇപ്പൊ അതില്ല. അഡീഷണൽ സെഷൻ ജഡ്ജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദ സെഷൻ ജഡ്ജ് ഓഫ് വൺ സെഷൻ ഡിവിഷൻ മേ ബി അപ്പോയിന്റഡ് ബൈ ദി ഹൈക്കോർട്ട് ടു ബി also an additional session judge of another division, and in such cases he may sit for the disposal of case at such place or places in another division as a high court may direct. ഒരു ഡിവിഷൻ ഉള്ള ആൾക്ക് മറ്റൊരു ഡിവിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യാം. അത് ഹൈക്കോർട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, then clause 5 പറയുന്നത് where the office of the session judge is vacant, the high court may make arrangements for the disposal of any urgency application which is which is or may be made or pending before such court of section by an additional session judge, or if there be additional session judge by a there is no additional session judge by a chief judicial magistrate in the session division. In urgent application dispose ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അത് അഡീഷണൽ സെഷൻ ജഡ്ജിന് ആ പവർ കൊടുക്കാം. ഇവൻ there are additional session judge അവിടെ ഇല്ല എങ്കിൽ ആർക്ക് കൊടുക്കും ആ പവർ? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനായിരിക്കും അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. And in the session division, and every such judge or magistrate shall have jurisdiction deal with any such application deal ചെയ്യാൻ jurisdiction അവർക്കുണ്ട്. See, ഇപ്പൊ ഒരു അർജന്റ് ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് ആർക്ക് കൊടുക്കാം? അഡീഷണൽ സെഷൻ ജഡ്ജിന് കൊടുക്കാം, ഹാൻഡ് ഓവർ ചെയ്യാം. ഈവൻ അഡീഷണൽ ജഡ്ജ് ഇല്ല എങ്കിൽ അത് CJMന് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, ക്ലോസ് 6 പറയുന്നത് court of section shall ordinarily hold its sitting at such place
or places as a High Court may by notification specify. But if any particular case, the court or section is of opinion that it will be tend to the general convenience of the parties and witnesses to hold the sittings at any other place in the sessions division, it may with the consent of the prosecution and the accused sit at that place for the disposal of the case or the exam. See, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സാധാരണ എന്താ ചെയ്യുന്ന കോർട്ട് ഓഫ് സെക്ഷൻ നമ്മുടെ ഹൈക്കോർട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന പ്ലേസസിൽ അല്ലെങ്കിൽ പ്ലേസിലായിരിക്കും കോർട്ട് ഓഫ് സെക്ഷൻ സിറ്റ് ചെയ്യുന്നത്. പക്ഷേ ബട്ട് ഇഫ് എനി പെർട്ടിക്കുലർ കേസ് ഏതൊരു പെർട്ടിക്കുലർ കേസിൽ കോർട്ട് ഓഫ് സെക്ഷൻ ഈസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് വിൽ ടെൻഡ് ടു ജനറൽ കൺവീനിയൻസ് ഓഫ് ദി പാർട്ടീസ്, എന്ത് ചെയ്യാം, പാർട്ടീസ് ആൻഡ് വിറ്റ്നസസ് ടു ഹോൾഡ് ഇറ്റ് സിറ്റിംഗ്സ് ടു എനി അതർ പ്ലേസ് ഇൻ ദി സെഷൻ ഡിവിഷൻ. മറ്റേതെങ്കിലും ഒരു സെഷൻ ഡിവിഷൻസിൽ അതല്ലെങ്കിൽ സെഷൻ ഡിവിഷൻസിൽ വേറെ ഏതെങ്കിലും പ്ലേസിൽ ജനറൽ കൺവീനിയൻസ് ഓഫ് ദി ആർക്കാണ്, പാർട്ടീസ് ആൻഡ് വിറ്റ്നസ്, അവരുടെ കൺവീനിയൻസിന് വേണ്ടി വേറെ ഏതെങ്കിലും പ്ലേസിൽ ആ സെഷൻ ഡിവിഷനിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും പ്ലേസിൽ സിറ്റ് ചെയ്യാം. പക്ഷേ എന്താ, വിത്ത് ദ കൺസെന്റ് ഓഫ് ദി പ്രോസിക്യൂഷൻ ആൻഡ് ദി അക്യൂസ്ഡ്, അക്യൂസ്ഡിന്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ കൺസെന്റ് വേണം അങ്ങനെ ചെയ്യണമെങ്കിൽ. ഫോർ ദ ഡിസ്പോസൽ ഓഫ് ദ കേസ് ഓർ എക്സാമിനേഷൻ ഓഫ് എനി വിറ്റ്നസ് ഓർ വിറ്റ്നസ് തരും. സോ അത് ഓർത്തിരിക്കുക, ഹൈക്കോർട്ട് ബൈ നോട്ടിഫിക്കേഷൻ ആണ് എന്ത് പറയുന്നത്, ഏത് സെഷൻ ഡിവിഷനിൽ ഏത് സ്ഥലത്തിരിക്കണം എന്ന് ഹൈക്കോർട്ട് ബൈ നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്യും. പക്ഷേ കോർട്ട് ഓഫ് സെക്ഷൻ എന്ത് ചെയ്യാം, ഫോർ ദ ജനറൽ കൺവീനിയൻസ് ഓഫ് ദ പാർട്ടീസ് ആൻഡ് ദി വിറ്റ്നസസ് നമ്മുടെ സെഷൻ ഡിവിഷൻസിലുള്ള ഏതൊരു പ്ലേസിൽ വേണമെങ്കിലും ഇരുന്ന് ട്രൈ ചെയ്യാം. പക്ഷേ എന്ത് വേണം, വിത്ത് ദ കൺസെന്റ് ഓഫ് ദി പ്രോസിക്യൂഷൻ ആൻഡ് ദി അക്യൂസിന്റെ കൺസെന്റ് ഉണ്ടായിരിക്കണം. Then section 9, court of judicial magistrate. See, നമ്മൾ നേരത്തെ സെക്ഷൻ ഡിവിഷൻസിനെ പറ്റിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ട്രിക്ട് ആണ്. സോ എവറി ഡിസ്ട്രിക്ട് there shall be established as many courts of judicial magistrate of the first class and of the second class, and that such place as the state government may after consultation with high court notify. ഹൈക്കോർട്ട് കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഒരു ഡിസ്ട്രിക്റ്റിൽ ഒട്ടനവധി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്സ് ഉണ്ടാവുക. ആൻഡ് പ്രൊവൈഡഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ഫോർ എനി ലോക്കൽ ഏരിയ one or more special courts of judicial magistrate of first class or the second class to try any particular case or particular class of cases. Okay. No other court of magistrate. See, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസ്ട്രിക്റ്റില് സ്റ്റേറ്റ് ഗവൺമെന്റ് വിത്ത് ദ കൺസൾട്ടേഷൻ ഓഫ് ഹൈക്കോർട്ട് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നുണ്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അപ്പോയിന്റ്മെന്റ്. അതിൽ പ്രൊവിസോല് പറയുകയാണ്, ഈവൻ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കേസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് കേസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടോ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെന്റിന് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ഒരു സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്സിനെയോ സെക്കൻഡ് ക്ലാസ്സിനെയോ എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം ആ ലോക്കൽ ഏരിയയിൽ. പക്ഷേ അതുപോലെ തന്നെ വേറെ എനി സച്ച് സ്പെഷ്യൽ കോർട്ട് ഈസ് എസ്റ്റാബ്ലിഷ്, അങ്ങനെ ഒരു കോർട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ അതർ കോർട്ട് ഓഫ് മജിസ്ട്രേറ്റ് ഇൻ ദ ലോക്കൽ ഏരിയ ഷാ ഹാവ് ജൂറിസ്ഡിക്ഷൻ ടു ട്രൈ ദ കേസ്. അപ്പൊ ഏത് കേസ്, ഏത് പെർട്ടിക്കുലർ കേസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് കേസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ആ ലോക്കൽ ഏരിയയിൽ അവരെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ മറ്റൊരു കോർട്ട്, ആ ലോക്കൽ ഏരിയയിൽ തന്നെയുള്ള മറ്റു കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഒരിക്കലും ആ പെർട്ടിക്കുലർ കേസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് കേസ് ഒരിക്കലും ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. Then clause 2 പറയുന്ന the presiding officers of such court shall be appointed by the high court, obviously. Okay. Then the high court may, whenever it appears to be expedient or necessary, confer the powers of a judicial magistrate of first class or second class on any member of judicial service of the state. ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, അതൊരു എക്സ്പീരിയൻ അല്ലെങ്കിൽ നെസസറി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹൈക്കോർട്ടിന് എന്ത് ചെയ്യാം, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസിന്റെയോ സെക്കൻഡ് ക്ലാസിന്റെയോ പവർ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം, ഒരു ജുഡീഷ്യൽ സർവീസ്, ഒരു മെമ്പർ ഓഫ് എ ജുഡീഷ്യൽ സർവീസ് ഓഫ് ദ സ്റ്റേറ്റിന്റെ ഒരു ജുഡീഷ്യൽ സർവീസ് മെമ്പർക്ക് എന്ത് ചെയ്യാം, ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ഹാൻഡ് ഓവർ ചെയ്യാം. ഫംഗ്ഷനിങ് ആസ് എ ജഡ്ജ് ഇൻ എ സിവിൽ കോർട്ട്. ഓക്കെ. ദെൻ സെക്ഷൻ 10 പറയുന്നത് ചീഫ് ജുഡീഷ്യൽ. അപ്പൊ അത്രയേ ഉള്ളൂ. ഞാൻ കോർട്ട് ഓഫ് സെക്ഷന്റെ കാര്യം പറഞ്ഞു, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് പറഞ്ഞു. നമ്മൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കാര്യം പറഞ്ഞു. സെക്ഷൻ 10 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കാര്യം പറയുന്നത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആൻഡ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സെക്ഷൻ 10 ഡീൽ ചെയ്യുന്നു. Then every district, the High Court shall appoint a judicial magistrate of first class to be the chief judicial magistrate. അപ്പൊ എവറി ഡിസ്ട്രിക്ട് ഒരു മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്.
And the High Court may appoint any judicial magistrate first class to be additional chief judicial magistrate in the area of additional chief judicial magistrate. And such magistrate shall have all or any of the powers of a chief judicial magistrate under this Sanhita or any other law for the time in force. The High Court may direct. Then clause 3, the High Court may designate any judicial magistrate first class in any subdivision as a subdivisional magistrate. ഹൈക്കോടതിന് എന്ത് ചെയ്യാം? ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്സിനെ ഒരു സബ്ഡിവിഷനിൽ ഫസ്റ്റ് ക്ലാസ് ഇൻ എനി സബ്ഡിവിഷൻ ഒരു സബ്ഡിവിഷണൽ മജിസ്ട്രേറ്റ് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അയാൾക്ക് എന്ത് ചെയ്യാം? ആൻഡ് റിലീവ് ഹിം ടു ദി റെസ്പോൺസിബിലിറ്റി സ്പെസിഫിക് സെക്ഷൻ ആസ് ഒക്കേഷൻ റിക്വസ്റ്റ്. ഇതൊക്കെ ഹൈക്കോടതിയുടെ പവർ ആണ്. ഓക്കെ. Then subject to the general control of the chief judicial magistrate, every subdivisional judicial magistrate shall also have and exercise such powers of supervision and control over the work of the judicial magistrate in the subdivision as a high court may by general or special order specify in this behalf. അപ്പം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് CJM ഫസ്റ്റ് അറിയിരിക്കേണ്ടത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും നമ്മൾ CJM ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. Then section 11 chief judicial special judicial magistrate important ആണ്. See, clause 1 പറയുന്നത് the high court may if requested by the central or state government so to do confer upon any person who holds or has held any post under the government all or any of the powers conferred or conferred by or under this Sanhita on a judicial magistrate of first class or of the second class in respect of a particular case or class of cases in any local area. ഞാൻ നേരത്തെ നമ്മൾ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ലോക്കൽ ഏരിയയിൽ പെർട്ടിക്കുലർ ക്ലാസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് കേസസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ കേസസിന് വേണ്ടിയിട്ട് നമ്മളൊരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ആരെയാണ് ഫസ്റ്റ് ക്ലാസിനെ അപ്പോയിന്റ് ചെയ്യാണ്. സോ ഹൈക്കോർട്ട് ഇഫ് ഇറ്റ് റിക്വസ്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതാണ് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പ്രൊവൈഡ് ദാറ്റ് നോ സച്ച് പവർ ഷാൽ ബി കൺഫർഡ് ഓൺ എ പേഴ്സൺ അൺലെസ് he possesses such qualification or experience in relation to legal affairs that High Court may by rules specify. എന്ത് ചെയ്യണം? അയാൾക്ക് ലീഗൽ അഫയേഴ്സിലുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഹൈക്കോടതി പറഞ്ഞ് കുറച്ച് ലീഗൽ റൂൾസ് പറയുന്നുണ്ടായിരിക്കും. അതെല്ലാം ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അങ്ങനെ ഒരു പവർ അതായത് പ്രൊവൈഡ് നോ സച്ച് പവർ ഷാൽ ബി കൺഫർഡ് ഓൺ എ പേഴ്സൺ unless he possesses such qualification or experience in relation to legal affairs as the High Court may by rules specify. So confer on any person. Okay. Near the judicial magistrate first class. I'm really sorry. So if requested by the central government or state government so to do confer upon any person who holds or held any post under the government. Government ഏത് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിലും ടു എനി പേഴ്സൺ എന്ത് ചെയ്യുന്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസിന്റെ പവർ കൊടുക്കുകയാണ് ഫോർ ഡീലിംഗ് എ പെർട്ടിക്കുലർ കേസ് ഓഫ് പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് കേസസ്. മൈ മിസ്റ്റേക്ക്, ഐ എം റിയലി സോറി. പ്രൊവൈഡ് ദ നോ സച്ച് പവർ എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ടു എനി പേഴ്സൺ ഏതൊരാൾക്ക് ചുമ്മാ കയറി നമുക്ക് പവർ കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ അയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ ലീഗൽ അഫയേഴ്സിലുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അതുപോലെ ഹൈക്കോർട്ട് പവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് റൂൾസും അയാളെല്ലാം ക്വാളിഫൈഡ് ആയിട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അയാൾക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. Then actually and such magistrate shall be special judicial magistrate ആയിരിക്കും and shall appoint for such term not exceeding 1 year. ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ആ ഒരു ടൈം എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 1 year ആയിരിക്കും. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. Section 12 local jurisdiction of judicial magistrate. So, clause 1, subject to the control of the High Court, the chief judicial magistrates may from time to time define the local limits of the areas within which the magistrate appointed under section 9 or section 11 may exercise all or any of the powers with which they may respectively be invested under this Sanhita. So, subject to the control of High Court, ആരാണ്? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. CJM ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസിന്റെ പവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്, അവര് എങ്ങനെ അവരുടെ പവേഴ്സ് എക്സസൈസ് ചെയ്യണമെന്ന് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ലിമിറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത് CJM ആയിരിക്കും. സബ്ജക്ട് ടു ദ കൺട്രോൾ ഓഫ് ഹൈ കോർട്ട് and provide that the court of special judicial magistrate may hold sitting in any place in the local area for which it is established. അത് ഏത് ലോക്കൽ ഏരിയയിലാണോ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അവിടെ ഉള്ള ഏത് ലോക്കൽ ഏരിയയിൽ ഏത് പ്ലേസിൽ അവർക്ക് വേണമെങ്കിലും സിറ്റ് ചെയ്യാം. അതുപോലെ ക്ലോസ് ടു എക്സെപ്റ്റ് അതർവൈസ് പ്രൊവൈഡ് ബൈ സച്ച് ഡെഫിനിഷൻ ദി jurisdiction and powers of every such magistrate shall extend
ത്രൂ ഔട്ട് ദ ഡിസ്ട്രിക്ട്, അതായത് അങ്ങനെ പറയാത്രത്തോളം കാലം, അങ്ങനെ പവർ ഒന്നും അങ്ങനെ പറയാത്രത്തോളം കാലം ത്രൂ ഔട്ട് ദ ഡിസ്ട്രിക്ട് അവരുടെ പവർ അവർക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. സി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നൊരു കാറ്റഗറി ആയിട്ട് തന്നെ അത് സെപ്പറേറ്റ് ചെയ്തിരുന്നത് എന്താണ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതുപോലെ തന്നെ നമ്മുടെ എസെൻഷ്യൽ ജുഡീഷ്യൽ ഫങ്ഷൻസ് എല്ലാം നമ്മുടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മാറ്റേഴ്സ് എല്ലാം ഡീൽ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരിക്കും. അത് ഇൻഡിപെൻഡൻസി ആണ് ഒരു കാര്യം, ഇൻഡിപെൻഡൻസി ഓഫ് ജുഡീഷ്യറി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് പ്രോസിക്യൂഷനുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. കാരണം ഒരു ഇംപാർഷ്യൽ ജസ്റ്റിസ്, അതാണ് ഫെയർനെസ്, ഇംപാർഷ്യൽ അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ജസ്റ്റിസ് ആണ് അത് എയിം ചെയ്യുന്നത്. ഓക്കെ, സെക്ഷൻ 14 ആണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ കാര്യം പറയുന്നത്. ഇൻ എവറി ഡിസ്ട്രിക്ട് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ അപ്പോയിന്റ് ആസ് മെനി പേഴ്സൺ as a thing fit to the executive magistrate. നമ്മൾ നേരത്തെ കേസുകളെല്ലാം പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റ് ആഫ്റ്റർ ദ കൺസൾട്ടേഷൻ വിത്ത് എന്താണ് ഹൈക്കോർട്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. എവറി ഡിസ്ട്രിക്ട് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ അപ്പോയിന്റ് ആസ് മെനി പേഴ്സൺസ് as think fit to the executive magistrate and shall appoint one of them to be the district magistrate. Okay, then clause 2, the state government may appoint any executive magistrate to be additional district magistrate and fit to be and shall appoint one of them district magistrate. See, executive magistrate appoint ചെയ്യുന്നു, അതുപോലെ one of them അവരിൽ ഒരാളെ എന്തായിരുന്നു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ടും അപ്പോയിന്റ് ചെയ്യുന്നു. നമ്മൾ നേരെ CJMന്റെ കാര്യം പറഞ്ഞല്ലേ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, ഏതെങ്കിലും ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും CJM ആവുന്നത്. സോ ഇതുപോലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൽ ഒരാൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ആയിരിക്കും. And the state government may appoint any executive magistrate to be additional district magistrate, and such magistrate shall have such of the powers of district magistrate under the Sanhita or any other law for the time being force as may be directed by the state government. Clause 3, whenever in consequence of office of a district magistrate becoming vacant, any office succeeded temporarily to the executive magistrate administrative district, such officer shall pay in the orders of the state government, exercise all the powers and perform duties respectively conferred. അത് കാര്യമില്ല, അത് വിട്ടേക്ക്. So the state government may place an executive magistrate in charge of a subdivision and may relieve him of the charges as occasion requires, and the magistrate so placed in charge of a subdivision, ഒരു സബ്ഡിവിഷനിൽ അല്ലെങ്കിൽ സബ്ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്നാണ് അയാളെ പറയുന്നത്. And the state government may by general or special order and subject to control direction as deemed fit impose delegates its powers under subsection 4 to the district magistrate. എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈ ജനറൽ സ്പെഷ്യൽ ഓർഡർ എന്ത് ചെയ്യാം, സബ്ജക്ട് ടു സച്ച് കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ ആസ് മേ ബി ഡീംഡ് ടു ഫിറ്റ് ടു ഇമ്പോസ് ഡെലിഗേറ്റ് ഇറ്റ്സ് പവർ, അയാളുടെ പവർ, ഈ പറഞ്ഞ ക്ലോസ് 4 പറഞ്ഞ പവർ ഇല്ലേ, ഇതെന്ത് ചെയ്യാം, ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ പ്രിക്ലൂഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫ്രം കൺഫറിംഗ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീങ് ഫോഴ്സ് ഓൺ എ കമ്മീഷണർ ഓഫ് പോലീസ് ഓർ എനി ഓഫ് ദി പവേഴ്സ് ഓഫ് ആൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. കമ്മീഷണർ ഓഫ് പോലീസ് ഓൾ ഓർ എനി ഓഫ് ദി പവേഴ്സ് ഓഫ് ആൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യാം, ഒരു കമ്മീഷണർ ഓഫ് പോലീസിനും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്. ഇത് ഓർത്ത് വായിച്ചു, നിങ്ങൾ ഡയറക്റ്റ് എന്തായാലും വായിച്ചു വെക്കുക. Then special executive magistrate. Then section 15, the state government may appoint for such term as it may think fit executive magistrate or any police officer not below the rank of a superintendent of police or equivalent to be known as special executive magistrate. എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, അത് ആരാവാം, മേ ബി എനി പോലീസ് ഓഫീസർ, പക്ഷെ അയാളുടെ റാങ്ക് എന്ന് പറയുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസിൽ താഴെയാൻ പാടില്ല, or equivalent ആവാം, to be known as special executive magistrate. And special executive magistrate എന്തിനു വേണ്ടിയിട്ട്, for particular areas, for the performance of particular functions and confer on such executive magistrate such of the powers as are conferable under this Sanhita on executive magistrate deem fit. See, executive അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യാം, ഏത് അതായത് ടു എനി പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ ഈക്വൽ ആ ഒരു റാങ്കിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, ഫോർ പെർട്ടിക്കുലർ ഏരിയാസിലേക്ക് പെർഫോമൻസ് പെർട്ടിക്കുലർ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പവർ കൊടുക്കാൻ പറ്റും. അവർ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ ഓഫ് കോഡ്സ് ആണ് പറഞ്ഞത്. കോഡ് ഓഫ് സെക്ഷൻ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്, പിന്നെ പറഞ്ഞത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ കാര്യം.
സി അടുത്ത് പറയാൻ പോകുന്നത് ഇതൊരു പവേഴ്സ് ഓഫ് ദീസ് കോഡ്സ് ആണ്. സി ഫസ്റ്റ് ഈ കോഡ്സിന് ഏതൊക്കെ ഒഫൻസസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 21 subject to other provisions of this Sanhita, any offense under the Bharatiya Nyaya Sanhita may be tried by, അതായത് BNS പറഞ്ഞിരിക്കുന്ന ഒഫൻസസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന പവർ ആർക്കാണുള്ളത്? ഒന്ന് ഹൈക്കോർട്ടിന് എല്ലാ ഒഫൻസസും ട്രൈ ചെയ്യാം. ആൻഡ് ദ കോർട്ട് ഓഫ് സെക്ഷൻ or any other court by which such offense is shown in the first schedule to be triable. See, first schedule എന്താണെന്ന് അറിയാലോ, നമ്മുടെ BNSന്റെ ലാസ്റ്റ് കുറച്ച് സ്കെഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്കെഡ്യൂൾസിൽ ഒഫൻസസ്, സെക്ഷൻസ്, അത് ബെയിലബിൾ ആണോ, നോൺ ബെയിലബിൾ ആണോ, കോഗ്നിസിബിൾ ആണോ, നോൺ കോഗ്നിസിബിൾ ആണോ, അതുപോലെ വോട്ട് കോഡ്, അത് ഏത് കോടതിക്കാണ് അത് ട്രൈ ചെയ്യാൻ പറ്റുന്നതെന്നും ഒരു കോടതിയിൽ പറയുന്നുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന കോഡ്സിനും, സോ ഒന്ന് ഹൈക്കോർട്ട്, കോർട്ട് ഓഫ് സെക്ഷൻ, അല്ലെങ്കിൽ ആ ഒഫൻസ് ട്രൈ ചെയ്യാൻ പറ്റുന്ന കോഡ് നമ്മുടെ ഫസ്റ്റ് സ്കെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ആ കോടതിക്കും എന്ത് ചെയ്യാം, ആ ഒഫൻസ് ട്രൈ ചെയ്യാം. Then clause C പറഞ്ഞ clause proviso provided that any offense under section 64, it's a proviso, the proviso ആണ്, note C, provided that any offense under section 64, 65, 66, 67, 68, 69, 70 sexual offenses ആണ് പറയുന്നത്. അത് ചെയ്യണമെങ്കിൽ എന്തിരിക്കണം, അത് പ്രിസൈഡ് ചെയ്യുന്നത് ഒരു വിമൻ ജഡ്ജ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അവർ ബൈ എ വിമൻ, അതാണ് അവിടെ പറയുന്നത്. Then clause B, any offense under any other law, when any court is mentioned in this behalf in such law, be tried by such court, and when no such court is mentioned, ആർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു ആക്ട് വന്നിട്ടുണ്ട്, ആ ആക്ടിനകത്ത് പറയുകയാണെങ്കിൽ ഈ ഒഫൻസ് ഈ കോടതിനെ ട്രൈ, ലൈക്ക് JJ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ നമ്മുടെ ചിൽഡ്രൻസ് കോഡിന്റെ കാര്യം പറയുന്നുണ്ട്, അത് ഡീൽ ചെയ്യുന്ന ചിൽഡ്രൻസ് കോടതി തന്നെ ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ടിൽ ഏതെങ്കിലും കോടതിനെ പറ്റി പറയുകയാണെങ്കിൽ ആ കോടതി തന്നെ ആയിരിക്കും ആ ഒഫൻസ് ഡീൽ ചെയ്യുന്നത്. ഇൻ കേസ് അങ്ങനെ ഒരു കോടതിയെ പറ്റി ആ ആക്ച്വലി പറയുന്നില്ല എങ്കിൽ ആ ഒഫൻസ് ആര് ട്രൈ. ഇത് ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മുൻസിഫ് മജിസ്ട്രേറ്റിൽ. അപ്പം ആരൊക്കെയാണ് അത് ട്രൈ ചെയ്യാൻ പറ്റുന്നത്? ഹൈക്കോർട്ടിന് ഒബ്വിയസ്ലി ട്രൈ ചെയ്യാം. ആൻഡ് എനി അതർ കോർട്ട് ബൈ വിച്ച് സച്ച് ഒഫൻസ് ഈസ് ഷോൺ ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ ടു ബി ട്രൈബിൾ. ഫസ്റ്റ് ഷെഡ്യൂളിൽ ആ ഒഫൻസ് ട്രൈ ചെയ്യാൻ ഏത് കോടതിക്കാണോ പവർ ഉള്ളത് ആ കോടതിക്ക് അത് ട്രൈ ചെയ്യാം. ഒന്ന് ഹൈക്കോടതിക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ എനി കോർട്ട് ബൈ വിച്ച് സച്ച് ഒഫൻസ് ഈസ് ഷോൺ ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ ടു ബി tribal. Okay, അത് ഓർത്തിരിക്കുക. Then section sentences which high courts and session judge may pass, section 22, അത് ഇമ്പോർട്ടന്റ് ആണ്. എത്ര സെന്റൻസസ് ആണ് അല്ലെങ്കിൽ എത്ര ഫൈനൊക്കെയാണ് കോടതിക്ക് കൊടുക്കാൻ പറ്റുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ്. സി ഫസ്റ്റ്, ഹൈക്കോർട്ട് മേ പാസ് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ പറയുന്ന ഏതൊരു ഓതറൈസ് ചെയ്യുന്ന ഏതൊരു സെന്റൻസസും ഹൈക്കോടതിന് ഫൈനോ പവറോ എന്തും ഹൈക്കോടതിക്ക് കൊടുക്കാം. ദെൻ സെഷൻ ജഡ്ജ് അല്ലെങ്കിൽ അഡീഷണൽ സെഷൻ ജഡ്ജിനാണെങ്കിൽ എന്ത് ചെയ്യാം, പാസ് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ. പക്ഷേ ഡെത്ത് ആണെങ്കിൽ ഡെത്ത് പാസ്ഡ് ബൈ any such judge shall be subject to the confirmation of the high court. ഹൈക്കോടതിയുടെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ബാക്കി എല്ലാം അവർക്ക് അവരുടെ ഇതിൽ കൊടുക്കാൻ പറ്റും. ഡെത്ത് സെന്റൻസ് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ ഉള്ളത് BNSൽ ഒരു സെക്ഷനിൽ എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഹൈക്കോടതി സെഷൻ ജഡ്ജിന്റെയും ആണ് സെക്ഷൻ 22 പറയുന്നത്. ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാം, പാസ് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ ഓതറൈസ് ചെയ്യുന്ന ഏതൊരു സെന്റൻസും ഹൈക്കോടതിക്ക് കൊടുക്കാം. ഇൻ കോർട്ട് ഓഫ് സെഷനിലെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ സെന്റൻസും ഹൈക്കോടതിയുടെ മേ പാസ് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ, ബട്ട് ഡെത്ത് സെന്റൻസ് ആണെങ്കിൽ ആഫ്റ്റർ ദി കൺഫർമേഷൻ ഓഫ് ദി ഹൈക്കോർട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ദെൻ സെക്ഷൻ 23 സെന്റൻസ് വിച്ച് മജിസ്ട്രേറ്റ് മേ പാസ്, മജിസ്ട്രേറ്റിന് കൊടുക്കാൻ പറ്റുന്ന സെന്റൻസ് ആണ്. സി ദ കോർട്ട് ഓഫ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മേ പാസ് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ എക്സെപ്റ്റ് എ സെന്റൻസ് ഓഫ് ഡെത്ത് or of sentence of life or imprisonment for a term exceeding 7 years. അത് up to 7 years. 7 years വരെയുള്ള പണിഷ്മെന്റ് മാത്രമേ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. So the court of chief judicial magistrate may pass any sentence authorized by law except a sentence of death or of imprisonment for life or imprisonment for a term exceeding 7 years. So up to 7 years മാത്രമേ CJM കൊടുക്കാൻ പറ്റുള്ളൂ, ബാക്കി പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. Then court of judicial magistrate first class ആണെങ്കിലോ sentence of imprisonment for a term not exceeding 3 years and also fine 50,000 rupees or both or
കമ്മ്യൂണിറ്റി സർവീസ്. കമ്മ്യൂണിറ്റി സർവീസ് എന്നൊരു പരിപാടി പുതുതായിട്ട് ബിഎൻഎസിൽ കൊണ്ടുവന്നതാണ്. ഇത് ഈ 23യുടെ പ്രൊവിസോയിൽ തന്നെ എന്താണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്സിന് കൊടുക്കാൻ പറ്റുന്ന സെന്റൻസ് എന്താണ്? അപ് ടു 3 years, 3 വർഷം വരെയുള്ള പണിഷ്മെന്റ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ 50,000 rupees ഫൈനും കൊടുക്കാം. ഓർ ബോത്ത്, രണ്ടും ഒരുമിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസും കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ കമ്മ്യൂണിറ്റി സർവീസ് ഈ സെക്ഷൻ 23യിലെ പ്രൊവിസോ. ഇതും ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി സർവീസ് എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സെക്ഷൻ 23യുടെ പ്രൊവിസോയിലാണ് കമ്മ്യൂണിറ്റി സർവീസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് എ വർക്ക് which a court may order a convict to perform as a form of punishment. അതൊരു ഫോം ഓഫ് പണിഷ്മെന്റ് ആണ് ഒരു കൺവിക്റ്റിന് കൊടുക്കുന്നത്. That benefit the community for which he shall not entitled to any remuneration. remuneration ഒന്നും കിട്ടത്തില്ല. ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പബ്ലിക് എന്ത് ചെയ്യുന്നു? ഒരു കൺവിക്റ്റിന് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ആണ് കമ്മ്യൂണിറ്റി സർവീസ്. അയാൾ എന്തെങ്കിലും വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സെക്കൻഡ് ക്ലാസ്സിന് കൊടുക്കാൻ പറ്റുന്ന സെന്റൻസ് ആണ് ഇംപ്രിസ്മെന്റ് ഫോർ എ ടൈം നോട്ട് എക്സീഡിംഗ് 1 year, 1 വർഷം വരെയും, ഓർ എ ഫൈൻ നോട്ട് എക്സീഡിംഗ് 10,000 rupees, ഓർ വിത്ത് ബോത്ത് ഓർ കമ്മ്യൂണിറ്റി സർവീസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്സിനാണെങ്കിൽ 3 വർഷം, അവർക്കാണ് അത് 3 years ആൻഡ് ഫൈൻ 50,000 rupees, ഓർ ബോത്ത് ഓർ കമ്മ്യൂണിറ്റി സർവീസ്. ഇവിടെയാണെങ്കിലോ 1 year ആയിരിക്കും, ഓർ ഫൈൻ 10,000 rupees, ഓർ ബോത്ത് ഓർ ഓഫ് കമ്മ്യൂണിറ്റി സർവീസ്. അപ്പൊ ഫസ്റ്റ് ഓർക്ക, ഹൈക്കോടതിക്ക് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ, കോർട്ട് ഓഫ് സെക്ഷൻ ആണെങ്കിൽ എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ, ബട്ട് ഡെത്ത് സെന്റൻസ് ആണെങ്കിൽ ആഫ്റ്റർ ദി കൺഫർമേഷൻ ഓഫ് ദി ഹൈക്കോർട്ട് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് നമ്മൾ 23യിൽ പറയുന്നത് മജിസ്ട്രേറ്റ്സിന്റെ ആണ്. CJM ആണെങ്കിൽ അപ് ടു 7 years ഇംപ്രിസൺമെന്റ് ആൻഡ് ഓൾ. പിന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്സിനാണെങ്കിൽ then 3 years and fine 50,000 rupees, or of both or of community service. Second class ആണെങ്കിൽ 1 year and fine 10,000 rupees, or of both or community service. Okay, ഓർത്തിരിക്കാൻ മറക്കരുത്. Then section 24ല് sentence of imprisonment default of fine, അതായത് ഫൈൻ അടച്ചില്ല എങ്കിലുള്ള ഇംപ്രിസ്മെന്റിന്റെ കാര്യത്തെ പറ്റിയാണ്. അതും അവോയ്ഡ് ചെയ്യാനുള്ള പവർ മജിസ്ട്രേറ്റ്സിനുണ്ട്. The court of magistrate may award such term of imprisonment in default of payment of fine as is authorized by law. ലോ ഓതറൈസ് ചെയ്യുന്ന പോലെ, പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് എക്സസ് ഓഫ് ദി പവേഴ്സ് ഓഫ് മജിസ്ട്രേറ്റ് അണ്ടർ സെക്ഷൻ 23 ഒരു ഇത്ര ടേം കൊടുക്കാൻ പറ്റുന്നുണ്ട് പറയുന്നുണ്ട്. ആ ഒരു പവർ എക്സീഡ് ചെയ്തുകൊണ്ട് ആവരുത് കൊടുക്കുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ് ഓഫ് ഫൈൻ കൊടുത്തില്ലെങ്കിൽ ഒരു എക്സ്ട്രാ നമ്മുടെ ഒരു ഒഫൻസിന്റെ ഒരു അഡീഷണൽ ആയിട്ടാണ് ഈ ഒരു ഫൈനിന് വരുന്ന ഇംപ്രിസ്മെന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സെക്ഷൻ 23യില് പറഞ്ഞിരിക്കുന്ന പവർ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഷാൽ നോട്ട് വെർ ഇംപ്രിസ്മെന്റ് ഹാസ് ബീൻ അവോർഡഡ് ആസ് പാർട്ട് ഓഫ് സബ്സ്റ്റാൻറ്റീവ് സെന്റൻസ് എക്സീഡ് 1/4 ഓഫ് ദി ടേം ഓഫ് ദി ഇംപ്രിസ്മെന്റ്. അതായത് സബ്സ്റ്റാൻറ്റീവ് ഒഫൻസിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതായത് ഓൾറെഡി ഒരു ഒഫൻസ് ഉണ്ട്, അതിന് ഫൈൻ കൊടുത്തിട്ടുണ്ട്, ആ ഫൈൻ കൊടുക്കാതിരിക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അതെന്താവാൻ പാടില്ല, എക്സീഡ് 1/4 ഓഫ് ദി ടേം ഓഫ് ഇംപ്രിസ്മെന്റ്. നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ഒഫൻസിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പണിഷ്മെന്റ് 1/4 കൂടാൻ പാടില്ല. ഓക്കെ, committed inflict as a punishment to the offence, otherwise an imprisonment or default of payment of fine. Then clause 2, the imprisonment award under this section may be in addition to a substantive sentence of imprisonment for the maximum time awardable by the magistrate under section 23. ഞാൻ ഓൾറെഡി പറഞ്ഞു അതൊരു എക്സ്ട്രാ അല്ലെങ്കിൽ അഡീഷണൽ സെന്റൻസ് ആയിട്ടായിരിക്കും ഈ പറയുന്ന ഫൈൻ ഇൻ ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ് ഓഫ് ഫൈനിൽ വരുന്ന ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാല്. ദെൻ ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫങ്ഷണറീസ്, അതായത് ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷണറീസ് ആണ് ഈ പറയുന്ന സ്റ്റേറ്റ് കോർട്സ്, പ്രോസിക്യൂട്ടേഴ്സ്, ദെൻ പോലീസ് ഓഫീസേഴ്സ്, കറക്ഷണൽ ഓഫീസേഴ്സ്, അവരൊക്കെ ഇതിന്റെ മെയിൻ ഫങ്ഷണറീസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിലെ ഫസ്റ്റ് ഫങ്ഷണറീസ് നമ്മൾ നോക്കി, കോടതി, കോർട്ട്, അതിന്റെ ടെറിട്ടോറിയൽ ഡിവിഷൻസും അതുപോലെ ക്ലാസിഫിക്കേഷൻസ്, പവേഴ്സ് ഒക്കെ നോക്കി. ഇനി നമ്മൾ പോകുന്നത് പ്രോസിക്യൂട്ടേഴ്സിനെയാണ്, പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ്. ശരിക്കും പണ്ട് ഞാൻ LLB പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എൻ്റെ സാറ് ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു നല്ല അഡ്വക്കേറ്റിന്റെ ക്വാളിറ്റി എന്താണെന്ന്. ഞങ്ങളെല്ലാവരും എത്തിക്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാർ ഞങ്ങളോട് പറഞ്ഞത് അല്ല, ഒരു നല്ല ഒരു അഡ്വക്കേറ്റിന്റെ നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു അഡ്വക്കേറ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് അയാൾ നന്നായിട്ട് പ്രൊസീജിയറല്ലോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഒരു അഡ്വക്കേറ്റിന്റെ എന്നാണ് പറഞ്ഞത്. സോ ഒരു അഡ്വക്കേറ്റിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അയാൾക്ക് പ്രൊസീജിയറല്ലോ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, പബ്ലിക് പ്രോസിക്യൂട്ടർ, ഞാൻ അപ്പൊ ചോദിക്കുന്നത് എന്താ ഞാൻ ഇത് പറഞ്ഞതെന്ന്, ഒന്നുമില്ല വെറുതെ പറഞ്ഞ. ഓക്കെ, പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ കാര്യം പറയാം.
ഓക്കെ, ദെൻ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണയാണ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അക്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അത് സ്റ്റേറ്റിന്റെ ബിഹാഫിൽ അക്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന, അങ്ങനല്ല. ശരിക്കും ആക്ച്വലി സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അക്യൂസ്ഡിന്റെ റൈറ്റും അവരവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അതായത് ഇൻ ഫേവർ ഓഫ് ഓർ ഇൻ അഗെയിൻസ്റ്റ് എന്ത് ചെയ്യാം, അക്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫേവർ ആയിട്ടോ നമുക്ക് എവിഡൻസ് പ്രോസിക്യൂട്ടറിന്റെ കൊണ്ട് കൊടുക്കാവുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ട്രൂത്ത് റിവീൽ ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സ്റ്റേറ്റിന്റെ ബിഹാഫായിട്ടാണ്, അതായത് നമ്മുടെ അതൊക്കെ ഒരു ക്രൈം നടന്നത് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പ്രിസ്യൂം ചെയ്യുന്നത്. അപ്പൊ സ്റ്റേറ്റിന്റെ ബിഹാഫായിട്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നത്. പക്ഷെ അതിനർത്ഥം ഒരിക്കലും നമ്മൾ അക്യൂസിന് അഗെയിൻസ്റ്റഡ് അങ്ങനെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ദി ചാപ്റ്റർ 2 ഭാരതീയ സി നോട്ട്സ് തെറ്റാണ്. ഓക്കെ, അത് തെറ്റാണ്, അങ്ങനല്ല. സി പബ്ലിക് പ്രോസിക്യൂട്ട് സെക്ഷൻ 18 ടു ഡീൽ ചെയ്യുന്ന, സെക്ഷൻ 18 തൊട്ട് ഡീൽ ചെയ്യുന്ന, ഡിഫൈൻ ചെയ്യുന്ന പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആരാണെന്നാണ്. See, as a representative of the state, they are responsible for prosecuting criminal case on the behalf of the government. Government behalf ആയിട്ട് കേസ് ഡീൽ ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. And the primary duty is to ensure that justice is served while maintaining the rights of the accused. അക്യൂസ്ഡിന്റെ റൈറ്റ്സും കൂടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അവർ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നത്. ജസ്റ്റിസ് എൻഷുർ ചെയ്യുക, അതാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ. ഓക്കെ, പ്രോസിക്യൂട്ടേഴ്സിന്റെ ലീഗൽ പ്രൊവിഷൻ നമ്മൾ BNS-ലേക്ക് എടുക്കാം. സെക്ഷൻ 18 പബ്ലിക് പ്രോസിക്യൂട്ടർ എന്താണെന്ന് പറയുന്നത്, ആരാണെന്ന് പറയുന്നത്, അല്ല അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓരോ ഹൈക്കോർട്ടിലേക്കും പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അവരൊരു സ്പെഷ്യൽ കാറ്റഗറി ആണ്. അവർക്ക് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അവിടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു, അതാണ് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് പവേഴ്സിനെ പറ്റിയാണ് പിന്നെ പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക് വേണ്ടിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ. ദെൻ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് മറ്റ് ഇതിലുള്ള അതായത് ഡിസ്ട്രിക്റ്റിലെ അത് ക്രോസ്, അതായത് ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ അപ്പോയിന്റ് ചെയ്താൽ മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ വേണമെങ്കിലും പോവാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്ലോസ് 4 ഒരു പാനൽ പ്രിപ്പറേഷന്റെ കാര്യം പറയുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെഷൻ ജഡ്ജ് ഒരു പാനൽ ഓഫ് ലിസ്റ്റ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസേഴ്സിന്റെ, അത് പബ്ലിക് പ്രോസിക്യൂട്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ പാനൽ ഓഫ് ഒരു ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പാനലിലുള്ള ആൾക്കാരായിട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് റെഗുലർ കേഡർ പ്രോസിക്യൂട്ടിംഗ് ഓഫീസർ. അതായത് നമുക്കൊരു റെഗുലർ കേഡർ ഉണ്ട് പ്രോസിക്യൂട്ടിംഗ് ഓഫീസറിന്റെ നെയിംസ് എല്ലാം ആ കേഡറിലുണ്ടായിരിക്കും. അതിലുള്ള ആൾക്കാരെ ആയിരിക്കും ഫസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഏതാ പിന്നെ എന്താണ് ഈ പാനലിന്. ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം ഇല്ലാത്തടത്തോളം കാലമായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പാനലിൽ നിന്ന് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. റെഗുലർ കേഡർ, ഒരു നെയിം ലിസ്റ്റ് ഓഫ് ആൾക്കാരുടെ പേര് റെഗുലർ ആയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നായിരിക്കും നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇൻ കേസ് അങ്ങനെ ഒരു ഇല്ല എങ്കിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പാനൽ പ്രോസസ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇല്ല എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് പിന്നെ നോട്ട് ലെസ് ദാൻ 7 years പ്രാക്ടീസ് ആസ് എൻ അഡ്വക്കേറ്റ്. എന്ത് ചെയ്യണം, 7 വർഷത്തിൽ കുറയാതുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അതിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ 10 years ഉണ്ട്, മിനിമം 10 years, നോട്ട് ലെസ് ദാൻ 10 years ആണ് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ എലിജിബിലിറ്റി. 7 years പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 7 years പ്രാക്ടീസ് ആസ് എൻ അഡ്വക്കേറ്റ് ആയിരിക്കണം എലിജിബിലിറ്റി ക്രൈറ്റീരിയ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ 10 years ആയിരിക്കും. ദെൻ അപ്പോയിന്റ്മെന്റ് ക്രൈറ്റീരിയ നോട്ട് ലെസ് ദാൻ 10 years പ്രാക്ടീസ്. ദെൻ അതുപോലെ തന്നെ വിക്ടിംസിന് എന്ത് ചെയ്യാം, അതവിടെ പറയുന്നുണ്ട്. വിക്ടിംസിന് നമുക്ക് അഡ്വക്കേറ്റ്സിനെ എൻഗേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അവരെപ്പോഴും എന്തായിരിക്കും, പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ ഒരു അസിസ്റ്റന്റ്, ഒരു ഗൈഡൻസ്, ഒരു അസിസ്റ്റൻസ് ആയിട്ട് മാത്രമായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്, അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ സ്റ്റാറ്റസ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. വിക്ടിംസിന് റൈറ്റ് ഉണ്ട് അവരുടെ തന്നെ ഒരു അഡ്വക്കേറ്റിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി. ബട്ട് ദേ ആർ, അല്ലെങ്കിൽ അവർ എയ്ഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവരുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ
ദെൻ സെക്ഷൻ 19-ലാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ കാര്യം പറയുന്നത്. അപ്പോയിന്റ്മെന്റ് അതോറിറ്റി, ദാറ്റ് ഇസ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ഫോർ മജിസ്ട്രേറ്റ് കോർട്സ്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ മജിസ്ട്രേറ്റ് കോർട്ടിലേക്ക് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെൻട്രൽ ഗവൺമെന്റിനും അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് പവേഴ്സ് ഉണ്ട്. ദെൻ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എമർജൻസി അപ്പോയിന്റ്മെന്റ് 14 days. അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ അത് 14 days നോട്ടീസ് എനി പേഴ്സൺ, പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് ഏതെങ്കിലും ഒരു പേഴ്സണെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. ഒരു 14 days നോട്ടീസ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കണം എന്നേ ഉള്ളൂ. പക്ഷെ പേഴ്സൺ എന്ന് പറയുന്ന ഒരിക്കലും ആരാവാൻ പാടില്ല, ഒരു പോലീസ് ഓഫീസർ ആവാൻ പാടില്ല. ഏത് പോലീസ് ഓഫീസർ who take part in the investigation of the offense, accused prosecute ചെയ്യുന്നില്ല, being prosecuted, ആ ഒഫൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊരു പോലീസ് ഓഫീസർ ആകാനും പാടില്ല. ആൻഡ് റാങ്ക് ഉണ്ട്, ബിലോ ദി റാങ്ക് ഓഫ് ഇൻസ്പെക്ടർ ആവാൻ പാടില്ല. അതായത് നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ആർക്ക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ, ഒരു പേഴ്സണെ പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യാം. ബട്ട് ബിഫോർ 14 days നോട്ടീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. പക്ഷെ അതെന്താവാൻ പാടില്ല, അവിടെയും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു പോലീസ് ഓഫീസർ ഹു ടേക്ക് പാർട്സ് ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് into the offense which the accused is being prosecuted, ആ ഒരു ഒഫൻസ് അക്യൂസ്ഡ് പ്രോസിക്യൂട്ട് ചെയ്യുന്ന ഒഫൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊരു ഓഫീസർ ആകാനും പാടില്ല. അയാളുടെ റാങ്ക് ബിലോ ദി റാങ്ക് ഓഫ് എൻ ഇൻസ്പെക്ടർ ആവാനും പാടില്ല. അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും പറ്റും. ഓക്കെ. ദെൻ സെക്ഷൻ 20 ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ. ഒരു ഡ്രൈ ഇതായിട്ടുള്ള ഇതാണ്, എങ്കിലും വായിച്ചു നോക്കണം ഉറപ്പായിട്ടും. ദെൻ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് ആദ്യത്തെ കുറച്ച് സെക്ഷനിൽ പറയുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ആൻഡ് അവരുടെ കീഴിൽ വരുന്ന ആരൊക്കെയാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. ഡയറക്ടർ ആൻഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ആകുമ്പോൾ 15 years പ്രാക്ടീസ് ആസ് എൻ അഡ്വക്കേറ്റ് ഓർ ഹാസ് ബീൻ എ സെഷൻ ജഡ്ജ് ആയിരിക്കണം. ദെൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിൽ 7 years പ്രാക്ടീസ് എൻ അഡ്വക്കേറ്റ് ഓർ ഹാസ് ബീൻ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ഇത് നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കിയിട്ട് പോവാം. കണ്ടു. ഇതും പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതായത് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ടേൺ ടു ഡീൽ വിത്ത് ഒഫൻസസ് ആർ പണിഷബിൾ ഫോർ മോർ ദാൻ 10 years. 10 yearsൽ കൂടുതൽ വരുന്ന ഒഫൻസസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെസ്പോൺസ് ഡീൽ വിത്ത് ഒഫൻസസ് പണിഷബിൾ ഫോർ 7 to 10 years. ആ ഒരു ടൈം ലിമിറ്റ് ഓഫ് ചെയ്യണം. അബൌട്ട് 10, മോർ ദാൻ 10 years ആണെങ്കിൽ ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഡെപ്യൂട്ടി ഡയറക്ടർ ആകുമ്പം 7 to 10 വരെ നോക്കിയാൽ മതി. ദെൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആൻഡ് ടു ഡീൽ വിത്ത് ഒഫൻസസ് പണിഷബിൾ ലെസ് ദാൻ 7. അപ്പൊ 7 മാർക്ക് എടുത്തോണ്ട് നോക്കുക. 7 വരെയുള്ളത് ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ ജോലിയും 7 to 10 വരുന്നത് 7 വരെയുള്ളത് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ജോലിയും 7 to 10 വരുന്ന ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് 10 അബോവ് ആണെങ്കിൽ അത് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ the public prosecutor, assistant public prosecutor in charge of a case may appear and plead without any written authority before any court in which that case is under inquiry, trial or appeal. അവർക്ക് വിത്തൗട്ട് ഒരു റിട്ടേൺ ഇതിന്റെ ഇല്ലാതെ തന്നെ അവർക്ക് കേസ് റിട്ടേൺ അതോറിറ്റി ഇല്ലാതെ തന്നെ അപ്പിയർ ചെയ്യാൻ പറ്റും. സെക്ഷൻ 338 BNS അവരുടെ ജസ്റ്റ് ഒരു പവർ എന്ന രീതിയിൽ ഞാൻ കൊടുത്തതാണ്. And if any such case, any private person instruct a pleader to prosecute any person in any court, the public prosecutor or assistant public prosecutor in charge of the case shall conduct the prosecution, and the pleader to instructed shall act therein under the directions of the public prosecutor. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പ്രൈവറ്റ് പേഴ്സൺ എന്ത് ചെയ്യാം, ഒരു പ്ലീഡറെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അയാൾക്ക് സ്വന്തം ഒരു പ്രൈവറ്റ് ആയിട്ട് പ്ലീഡറെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും പ്രോസിക്യൂഷനിൽ നിൽക്കുന്നത്. മറ്റയാളുടെ ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ടഡ് ഷാൾ he conduct the prosecution, and the pleader to instructed shall act therein under the directions of the prosecutor or public prosecutor. അയാൾ അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഡയറക്ഷൻസിലായിരിക്കും പുള്ളി വർക്ക് ചെയ്യുന്നത്. ആൻഡ് may with the permission of the court submit written arguments after the evidence is closed in the case. എവിഡൻസ് ക്ലോസ് ചെയ്തതിനു ശേഷം with the permission of the court എന്ത് ചെയ്യാം, written arguments കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സ്റ്റാറ്റസ് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ദെൻ പെർമിഷൻ ടു കണ്ടക്ട് പ്രോസിക്യൂഷൻ 339. Any magistrate inquiring into trying a case may permit the prosecution to be conducted by any person other than the police officer below the rank of inspector, but no person other than the advocate general
or government advocate or public prosecutor, assistant public prosecutor shall be entitled to do without such permission. അപ്പൊ ഉദ്ദേശിക്കുന്ന മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, കേസ് എന്ത് ചെയ്യാം, പെർമിറ്റ് ചെയ്യാം പ്രോസിക്യൂഷൻ ടു ബി കണ്ടക്ട് ബൈ എനി പേഴ്സൺ, ഏത് പേഴ്സണും പ്രോസിക്യൂഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാം. പക്ഷേ അതൊരിക്കലും അത് തന്നെ പോലീസ് ഓഫീസർ ബിലോ ദി റാങ്ക് ഓഫ് ഇൻസ്പെക്ടർ, അത് നമ്മൾ ബിലോ ദി റാങ്ക് ഓഫ് ഇൻസ്പെക്ടർ ആവാൻ പാടില്ല. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, പബ്ലിക് പ്രോസിക്യൂട്ടറോ അല്ലെങ്കിൽ വേറൊരാൾക്കും വിതൗട്ട് പെർമിഷൻ ഒരിക്കലും അത് ചെയ്യാനും പറ്റില്ല. ആദ്യം കോടതിയുടെ പെർമിഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് എനി പേഴ്സൺ കണ്ടക്ടിങ് ദ പ്രോസിക്യൂഷൻ മേ ഡു സോ പേഴ്സണലി ഓർ ബൈ എ പ്ലീഡർ. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട്, അപ്പം ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ സ്വന്തമായിട്ട് കേസ് വാദിക്കുക കേട്ടിട്ടില്ലേ. അപ്പൊ ഒന്നുകിൽ അയാൾക്ക് തന്നെ ചെയ്യാം, അല്ല എങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്ലീഡറെ വെച്ച് ചെയ്യാം. ഐ തിങ്ക് സൂപ്പർമാൻ സിനിമ അല്ലേ, ജയറാം, അതന്നെ. ഓക്കെ, അപ്പം ഫങ്ഷണറീസ് നമ്മൾ കോർട്ട് കഴിഞ്ഞു, ദെൻ പിന്നെ നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കഴിഞ്ഞു. കാരണം ഒരു ഓർഡറിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോയത്. സെക്ഷൻ 18, 19, 20 ഒക്കെ ആണെങ്കിൽ ദെൻ ഇനി ഓർഗനൈസേഷൻ ഓഫ് പോലീസ് ആൻഡ് ദെയർ പവേഴ്സ്. അടുത്ത ഫങ്ഷണറി ആണ് ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന്റെ പോലീസ് എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 246 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കാര്യം പറയുന്നില്ലേ, അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് എന്ത് പറയുന്നത്, പോലീസ്, പബ്ലിക് ഓർഡർ, കോർട്സ്, പ്രിസൺ, റിഫോർമേറ്ററീസ്, ബോസ്റ്റൽ, അതർ അലീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ്, ഇതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. എത്ര ഓർത്താൽ പോലീസ് ആ ഒരു പബ്ലിക് ഓർഡർ കാറ്റഗറിയൊക്കെ വരുന്നത്, ഒരു ഇതൊക്കെ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് എന്ത് ചെയ്യാം, ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിൽ അതിൽ ലോ ഉണ്ടാക്കാം. ഓക്കെ, അവരുടെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും, നമ്മുടെ കേരള പോലീസ് ആക്ട് പോലെ. ഓക്കെ, സോ പോലീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ വർക്കിംഗ് ആർ ഗവേൺഡ് by rules and regulations framed by the state governments. Okay, and these rules and regulations are outlined in the police manuals of the state forces. നമുക്ക് ഉണ്ട് ഒരു കേരള പോലീസ് ആക്ട്. Okay, and the police force is an instrument for the prevention and detention of crime. പോലീസിന്റെ ജോലി എന്താണ്, ഓൾറെഡി ക്രൈം പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നേരത്തെ മുൻകൂട്ടി അറിയുക, അത് തടയുക, അതൊക്കെയാണ്. And the entire police establishment under a state government shall for the purpose of this act be deemed to be one police force. And superintendence of the police force of the state is expressed by the state government. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിലെല്ലാം സൂപ്രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. കാരണം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് കാരണം അവരെ കൺട്രോൾ ചെയ്യുന്നതും അവരുടെ റൂൾസും റെഗുലേഷൻസും മാനുവൽസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ആയിരിക്കും. ആൻഡ് ഹെഡ് ഓഫ് ദി പോലീസ് ഫോഴ്സ് ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ്, DGP അല്ലെ, DGP. Okay, and who is responsible to the state government for the administration of the police force in the state and for advising the government on police matters. അപ്പോൾ ഒരു സ്റ്റേറ്റിലെ പോലീസ് ഹെഡ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, DGP ആണ്. ദെൻ BNSലേക്ക് വരുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ BNSൽ. ഈവൻ അറസ്റ്റിന്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഹാൻഡ് കഫിങ്, അങ്ങനെ കുറെ ഏതൊക്കെ സമയത്ത് ഹാൻഡ് കഫിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ. The responsibilities and authorities of police personnel across different sections BNSൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. And chapter 4 specifies the functions of senior police officers and their role in assisting magistrate. Senior police officers and role of chapter 4 അത് എടുത്തു പറയുന്നുണ്ട്. Then chapter 5 addresses procedures relating to arrest of individuals. ഇതൊക്കെ നമുക്ക് അറസ്റ്റും അതുപോലെ തന്നെ ബാക്കി ഇൻക്വയറി, ട്രയൽ അങ്ങനെയൊക്കെ പഠിക്കും. ആ ഒരു പോർഷൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ അറസ്റ്റിന്റെ അറസ്റ്റ് ബൈ പോലീസ് ഓഫീസർ, അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ, അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ്, ഇതെല്ലാം നമുക്ക് ആ പോർഷൻസിൽ ഡീൽ ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞ് മാത്രം പോവുകയാണ്. നമുക്ക് ആ പോർഷൻ വരുമ്പം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിച്ചു പോവാം. ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. Okay, chapter 5 addresses procedures relating to the arrest of individuals. For instance, section 30 allows a senior officer to exercise the same powers as an officer heading a police station, ensuring ഇൻവെസ്റ്റിഗേറ്റ് കോഗ്നിസബിൾ ഓർ നോൺ കോഗ്നിസബിൾ റെസ്പെക്റ്റീവ്ലി. അതായത് മജിസ്ട്രേറ്റിന്റെ വാറന്റോട്, അതായത് വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാം, വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അതൊക്കെ കോഗ്നിസബിൾ നോൺ കോഗ്നിസബിൾ കേസസിന്റെ ഇതൊക്കെ എടുത്തു പറയുന്നത് കാര്യമില്ല. അത് നമ്മൾ അറസ്റ്റിൽ പറയാം. സെക്ഷൻ 179 empowers a police officer to summon and examine witness through written orders, though its statutory safeguards vulnerable persons such as minors and അതിലും മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ 181 പറയുമ്പം അതിലൊക്കെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആൻഡ് ദീസ് പ്രൊവിഷൻസ് collectively establish the procedural ambit within which police
Investigation operates, sitting a clear distinction between investigatory authority and judicial supervision. അത് നമ്മൾ ഏതാണ് അർണീഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാറിന്റെ കേസിൽ ഞാൻ എടുത്തു പറഞ്ഞതാണ്. ചുമ്മാ കയറി ഇപ്പൊ അങ്ങ് എല്ലാരെയും കയറി അങ്ങ് അറസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതല്ല. കാരണം ഡിലേസ് ഒരുപാട് വരുന്നതുകൊണ്ട്, ഓവർലോഡ് ആവുന്നതുകൊണ്ട് തന്നെ കുറെ റൂൾസ് നമ്മൾ അർണീഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാറിൽ കുറച്ച് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പം, അതായത് ഇൻക്വയറി മീൻസ് നോട്ടീസ് കൊടുക്കുക, അതുപോലെ തന്നെ നെസസറി അല്ലാത്തത്തോളം കാലം അറസ്റ്റ് ചെയ്യാതെ അതിന്റെ റീസൺസ് കൊടുക്കണമെന്നേ ഉള്ളൂ. ബട്ട് നെസസറി അല്ല എങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ട വിത്ത് റീസൺസ് നമുക്കത് ജുഡീഷ്യറി മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് കൊടുക്കാം. ഈവൻ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയാലും അവരുടെയും ഒരു ജുഡീഷ്യൽ സൂപ്പർവിഷൻ അവിടെ ഉണ്ട്. എൻറ്റയർ ഡോക്യുമെന്റ് അവർ അനലൈസ് ചെയ്തിട്ടും, അതായത് എല്ലാം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു, അതെല്ലാം അനലൈസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റൻഷന് വിടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അറസ്റ്റ് ആൻഡ് കസ്റ്റോഡിയൽ അതോറിറ്റി അതെവിടെ പറയുന്നത്, സെക്ഷൻ 41 കാര്യം ഞാൻ പറഞ്ഞേ, അർണേഷ് കുമാറിന്റെ കേസ്. ദെൻ ആർട്ടിക്കിൾ 22 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാലോ, നമ്മുടെ DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിന്റെ കേസ്. ഗൈഡ് ലൈൻസ് അണ്ടർ പ്രിസണേഴ്സിന് ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന 11 ഗൈഡ് ലൈൻസ്, DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിന്റെ കേസ്. Then judicial oversight is mandated. Judicial oversight is mandated through the prompt production before a magistrate. ഞാൻ പറഞ്ഞില്ല, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതാണെങ്കിൽ കൂടിയും എന്ത് ചെയ്യണം, മജിസ്ട്രേറ്റും അവിടെ അനലൈസ് ചെയ്തിരിക്കണം എല്ലാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറസ്റ്റ്, എന്ത് കാര്യമാണ്, എന്താണ് അതെല്ലാം അനലൈസ് ചെയ്ത ശേഷമേ ഡിറ്റൻഷന് ഓർഡർ കൊടുക്കാവുള്ളൂ. ഇതെല്ലാം ശരിക്കും ഒരു മിസ്യൂസ് ഓഫ് പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത്, ആ ഒരു എന്തോ വലിയൊരു പവർ, എന്തോ ഒരു വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിൽ അത് മിസ്യൂസ് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻസ് എല്ലാം ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. Then search and seizure. The scope of search and seizure under BNS reflects a deliberate move towards scientific policing. Okay, section 185 to 189 authorize search operation with or without a warrant under prescribed condition, but impose documentation witness presence requirement and പ്രാക്ടീസ്. ഓക്കെ, ഇപ്പൊ കുറെ വീഡിയോ ഡോക്യുമെന്റേഷൻ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മുടെ BNS പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയൊക്കെ പറയുന്ന നമ്മൾ അറസ്റ്റ് വരുമ്പോൾ കൃത്യമായിട്ട് അത് ഡീൽ ചെയ്യാം. ഓക്കെ, ഓപ്പറേഷണൽ ഓവർസൈറ്റ്. ഓക്കെ, എനിക്കറിയില്ല. Then procedural limitation for investigate stages. Charge sheet and proper. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസ്, ഇത് നിങ്ങളുടെ APPയുടെ ഒരു ടോപ്പിക്കാണ് സിലബസിൽ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസ്, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഗ്നിസബിൾ ആൻഡ് നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. 2 clause Gയിൽ എന്താണ് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നുണ്ട്. So means an offense for which and a cognizable case means a case in which a police officer may, in accordance with the first schedule or under any other law for the time being, enforce arrest without warrant. അതായത് കോഗ്നിസബിൾ കേസ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്. എന്ത് ചെയ്യാം, പോലീസ് ഓഫീസറുടെ പവർ ആണ്, ഒരു വാറന്റ് ഇല്ലാതെ തന്നെ ഒരു കോഗ്നിസബിൾ കേസ് ആണെങ്കിൽ, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. അതാണ് 2 clause Gയിൽ പറയുന്നത്. നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിലോ വിതൗട്ട് വാറന്റ് ഇല്ലാതെ, മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു ബ്രോഡ്ലി സ്പീക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ പൊതുവേ പറയുന്നതെന്ന് പറഞ്ഞാല് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് ഒക്കെയാണ് കോഗ്നിസബിൾ കേസ് വരുന്നത്. മർഡർ അതുപോലെ ഒക്കെയാണ് നമ്മളെപ്പോഴും അങ്ങനെയുള്ള ഇതിലാണ് കോഗ്നിസബിൾ ഒഫൻസ്. അതുകൊണ്ട് തന്നെ അത് വിതൗട്ട് വാറന്റ് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അതിൽ 3 years or more, അതായത് 3 years or more പണിഷ്മെന്റ് വരുന്ന എല്ലാം സീരിയസ് ഒഫൻസസ് ആണ്. അതുകൊണ്ട് തന്നെ അത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ബ്രോഡ്ലി നമ്മൾ അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് 3 years താഴെയുള്ള ഒഫൻസസും അല്ലെങ്കിൽ 3 years മുകളിലുള്ള നമ്മുടെ ഒഫൻസസ് അഗെയിൻസ്റ്റ് മാരേജ് അതൊക്കെ എന്ന് പറഞ്ഞാൽ കോഗ്നിസബിൾ നോൺ കോഗ്നിസബിൾ വ്യത്യാസം തന്നെ അതാണ്. നോൺ കോഗ്നിസബിൾ ഒഫൻസ് കുറച്ചുകൂടി പ്രൈവറ്റ് റോങ്സ് ആയിരിക്കും. അപ്പം ഒഫൻസസ് അഗെയിൻസ്റ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ അവർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു ആക്ട് ആണ്. അതിൽ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ജുഡീഷ്യറി ഇന്റർവ്യൂൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൈവറ്റ് ലൈഫ്സിൽ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മളൊരു കോഗ്നിസബിൾ 7 years or more പണിഷ്മെന്റ് ആണെങ്കിൽ കൂടിയും അതൊരു കോഗ്നിസബിൾ ഒഫൻസ് അല്ല. അതെല്ലാം നോൺ കോഗ്നിസബിൾ ഒഫൻസ്. അപ്പൊ 3 years or more, അതായത് അങ്ങനെ വരുന്ന സീരിയസ് ഒഫൻസ് ആണ്. അതെല്ലാം കോഗ്നിസബിൾ ഒഫൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഒഫൻസസ് അഗെയിൻസ്റ്റ് മാരേജ്
അതിൽ അഡൾട്ടറി, ബൈഗമി ഒക്കെ 7 years or more. അഡൾട്ടറി ഇല്ല, ബൈഗമി ഒക്കെ 7 years or more വരുന്ന പണിഷ്മെന്റ് ആണ്. അപ്പൊ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോഗ്നിസിബിൾ ഒഫൻസിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. അതായത് അതിലുള്ള ഡിഫറൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കുറച്ചുകൂടി ഒരു പ്രൈവറ്റ് റോങ്സ് ആണ്. അതൊരു ബിറ്റ്വീൻ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൽ ഡീൽ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കോഗ്നിസിബിൾ നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി അങ്ങനെയൊക്കെയുള്ള. ഓക്കെ, ദെൻ ഇതിൽ ഈവൻ വിത്തൗട്ട് നമ്മളല്ലേ നോൺ കോഗ്നിസിബിൾ കേസിലാണെങ്കിലും ലെസ് ദാൻ 3 years ആണ് പറയുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും ഒഫൻസസ് അഗൈൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി അത് കൂടുതലും 3 years താഴെ വരുന്ന പണിഷ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്, കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പൊതുവേ ഉള്ളൊരു ജനറലി ക്ലാസിഫിക്കേഷൻ 3 years or more, ലെസ് ദാൻ 3 years കോഗ്നിസിബിൾ നോൺ കോഗ്നിസിബിൾ ആണ് എന്ന് നമ്മൾ പറയുമെങ്കിലും പക്ഷെ അത് അങ്ങനല്ല. ഓക്കെ, ഇതാണ് കോഗ്നിസിബിൾ ആൻഡ് നോൺ കോഗ്നിസിബിൾ. കോഗ്നിസിബിൾ എന്ന് പറഞ്ഞാൽ വിതൗട്ട് വാറന്റ്, അറസ്റ്റ് വിതൗട്ട് വാറന്റ്. നോൺ കോഗ്നിസിബിൾ എന്ന് പറഞ്ഞാൽ കനോട്ട്, ഒരു പോലീസ് ഓഫീസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വാറന്റ് ഇല്ലാതെ ഇതിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ in case of cognizable offense, police may arrest the accused without warrant, while in case of non-cognizable offense, police generally does not have power to arrest without a warrant. നമ്മുടെ സെഷൻ തന്നെ. Then cognizable offense is more serious in nature, while cognizable offense is less serious in nature. പക്ഷെ അതിൽ എക്സെപ്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ, സീരിയസ് ആയിട്ടുള്ള, അതായത് 7 ഈ പറഞ്ഞ 3 years or more അതാണ് ഗ്രീവിയസ്. അപ്പൊ അതിൽ വരുന്നതെല്ലാം സീരിയസ് ഒഫൻസ് എല്ലാം കോഗ്നിസിബിൾ ആണ്. അതിൽ എക്സെപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഈവൻ ഒഫൻസസ് അഗൈൻസ്റ്റ് മാരേജ്, അതുപോലെ നോൺ കോഗ്നിസിബിൾ ലെസ് സീരിയസ് എന്ന് പറഞ്ഞ ഒഫൻസ് അഗൈൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി, അത് കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. ഓക്കെ, സോ എക്സാമ്പിൾ ഓഫ് കോഗ്നിസിബിൾ കേസ് വുഡ് ബി മർഡർ, ഡൗറി ഡെത്ത്, ഗ്രീവിയസ് ഹർട്ട്, തഫ്റ്റ് എക്സെട്ര. നോൺ കോഗ്നിസിബിൾ ഒഫൻസ് വരെ നോക്കൂ, വുഡ് ബി കീപ്പിംഗ് എ ലോട്ടറി ഓഫീസ്, വോളണ്ടറി കോസിംഗ് ഹർട്ട്, ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇതെല്ലാം ഒരു പ്രൈവറ്റ് റോങ്സ് വരാം, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റോങ്സ് ആണ്. ഓക്കെ, then offense punished with imprisonment for 3 years or more are cognizable, while offense punished with imprisonment for less than 3 years or more are cognizable, except some exceptions. Okay, then police has to record information about a cognizable offense in writing as per section 173. That's the 153, 154 level. 173, while as per section 174, police has to enter information in register prescribed for it and refer the informant to a magistrate. 173 കോഗ്നിസിബിൾ ഒഫൻസിന്റെയും 174 നോൺ കോഗ്നിസിബിൾ ഒഫൻസിന്റെ കാര്യം പറയുന്നത്. നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, റെഫർ ദി ഇൻഫോർമന്റ് ടു എ മജിസ്ട്രേറ്റ് ആണ്. Then in matter of cognizable offense, police may investigate the case without order or direction of the magistrate. മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഡയറക്ഷന്റെ ഒരു ആവശ്യമില്ല അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. while in non cognizable case, police cannot investigate without the order or direction of the magistrate. Okay, that in cognizable cases, FIR is lodged in a police station, while in a cognizable case, complaint is lodged in a court of magistrate. Private wrongs. Okay, then bailable and non bailable offense. ബെയിലും ഒരു സെപ്പറേറ്റ് പോർഷൻ ആയിട്ട് നമ്മുടെ സിലബസിലുണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ബെയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഇതിനെ പറ്റി നമുക്ക് ഡീൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്താണ് ബെയിലബിൾ ഒഫൻസ്, നോൺ ബെയിൽ ഒഫൻസ് ജസ്റ്റ് പറഞ്ഞു. എന്താണ് ബെയിൽ എന്ന് അറിയാലോ, ടു ക്ലോസ് ബെയിൽ ആണ് എന്ത് പറയുന്നത്, ബെയിൽ എന്താണെന്ന് പറയുന്നത്. ഓക്കെ, ടു ക്ലോസ് ബെയിൽ ആണ് ബെയിൽ എന്താന്ന് പറയുന്നത്. Release of a person, accused person or suspected person in the custody upon certain conditions imposed by the court or officer on execution of a bond or bail bond. ഇപ്പൊ രണ്ട് കൺസെപ്റ്റോട് നമുക്ക് വന്നിട്ടുണ്ട്, ബെയിൽ ബോണ്ട് പിന്നെ ബോണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൂടെ നോക്കണം. ടു ക്ലോസ് സീലാണ് ബെയിലബിൾ ഒഫൻസ് എന്താണെന്ന് പറയുന്നത്. മീൻസ് an offense which is shown as bailable in the first schedule. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഷെഡ്യൂളിൽ കുറെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒഫൻസ് എന്താണ്, സെക്ഷൻ ഏതാണ്, കോഗ്നിസിബിൾ ആണോ, നോൺ കോഗ്നിസിബിൾ ആണോ, ബെയിലബിൾ ആണോ, നോൺ ബെയിലബിൾ ആണോ, ഏത് കോർട്ടിനാണ് അത് ട്രൈ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂള്. ആ ഫസ്റ്റ് ഷെഡ്യൂളിൽ ബെയിലബിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ ഒഫൻസസും ബെയിലബിൾ ആയിരിക്കും. ഓക്കെ, then which is made bailable by അല്ല എങ്കിൽ which is made bailable by any other law for the time being enforced. മറ്റേതെങ്കിലും ലോയിൽ ഇത് ബെയിലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒഫൻസ് ബെയിലബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് നോൺ ബെയിൽ ഒഫൻസ് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ഒഫൻസസും ബെയിലബിൾ അല്ലാത്ത എല്ലാ ഒഫൻസസും ഓക്കെ നോൺ ബെയിലബിൾ ഒഫൻസ് ആയിരിക്കും.
Okay, got it. Then നമ്മുടെ പിന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് സി സമൻസ് കേസ് ആൻഡ് വാറന്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടു ക്ലോസ് ഓക്കെ സമൻസ് കേസ് ആൻഡ് വാറന്റ് കേസ് എന്ന് പറഞ്ഞാല് okay, then summons case means a case relating to an offense and not being a warrant case. Summons case എന്ന് പറഞ്ഞാൽ വാറന്റ് കേസ് അല്ലാത്ത എല്ലാ കേസും സമ്മൻസ് കേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വാറന്റ് കേസ്? അത് 2 clause ഇസഡിൽ പറയുന്നുണ്ട്, ഇത് എക്സിലാണ് പറയുന്നത്. എന്താണ് സമ്മൻസ് കേസ്? 2 clause ഇസഡിൽ പറയുന്നത്. എന്താണ് വാറന്റ് കേസ്? ഈ 2 clause 1 എന്താ ഞാൻ കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല, തെറ്റ് പറ്റിയതായിരിക്കും, റിയലി സോറി, അത് മാറ്റിയേക്കുക. സി സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 clause ഇസഡിൽ the warrant case എന്താണെന്ന് പറഞ്ഞത് means a case relating to an offense punishable with death, imprisonment for life or imprisonment for a term exceeding 2 years. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 വർഷത്തിൽ കൂടുതൽ ഓക്കെ ഇംപ്രിസ്മെന്റ് വരുന്ന എല്ലാ ഒഫൻസസ് അല്ലെങ്കിൽ ഡെത്ത്, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം എക്സീഡിങ് 2 years എന്തായിരിക്കും? അത് വാറന്റ് കേസ് ആയിരിക്കും. നമ്മുടെ ട്രയൽ അങ്ങനല്ലേ, സമൻസ് കേസിന് വേറെ ട്രയൽ, വാറന്റ് കേസിന് ഒരു ട്രയൽ, പിന്നെ സമ്മറി ട്രയൽ. ഓക്കെ, അപ്പം അത് ട്രയൽ നടത്താനുള്ള ഇതനുസരിച്ച് നമ്മൾ 2 തരംതിരിച്ചിട്ടുണ്ട്, സമൻസ് കേസ് ആൻഡ് വാറന്റ് കേസ്. ഓക്കെ, പിന്നെ വേറെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് കോംപ്രമൈസിന്റെ രീതി. നമ്മൾ പറഞ്ഞില്ലേ കോമ്പൗണ്ടബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ് എന്ന്. കോമ്പൗണ്ട് ചെയ്യാൻ, അതായത് കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ് 2 തരംതിരിക്കാം. കോമ്പൗണ്ടബിൾ ഒഫൻസസ് തന്നെ വിത്ത് പെർമിഷൻ ഓഫ് ദ കോർട്ട് ഓർ അല്ലെങ്കിൽ വിത്ത് പെർമിഷൻ ഓഫ് ദ കോർട്ട് നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെ തന്നെ പാർട്ടീസ് തമ്മിൽ കോമ്പൗണ്ട് ചെയ്യുന്ന ഒഫൻസസും ഉണ്ടായിരിക്കും. അത് പിന്നെ നമ്മുടെ BNS കൃത്യമായിട്ട് കുറെ അത് ഡിഫൈൻ ചെയ്യുന്നില്ല, എന്താണ് കോമ്പൗണ്ടബിൾ അല്ലെങ്കിൽ നോൺ കോമ്പൗണ്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. അല്ലാണ്ട് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒഫൻസസ് എന്ത് ചെയ്യാൻ പറ്റുന്നത് ചാർട്ട് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് പെർമിഷൻ ഓഫ് കോടതി വിത്ത് പെർമിഷൻ ഓഫ് കോർട്ട് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒഫൻസസും വിതൗട്ട് ദ പെർമിഷൻ അല്ലെങ്കിൽ പാർട്ടീസ് തമ്മിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒഫൻസും ചാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം. സെക്ഷൻ ആക്ച്വലി ഞാൻ മറന്നുപോയി, അപ്പോൾ അത് നോക്കിയിട്ട് വേണം പോകാൻ സെക്ഷൻ. ഓക്കെ, BNSSല്. ദെൻ ഇന്ന് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് വിക്ടിം പ്രൊട്ടക്ഷൻ അണ്ടർ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ആണ്. ആക്ച്വലി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജസ്റ്റ് ഈ പോയിന്റ് മാത്രം നോക്കുക. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ അതുകൂടെ വെച്ചിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, കുറച്ച് കേസസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്, അപ്പൊ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആക്കി തരാം. സോ ജസ്റ്റ് പോയിന്റ് മാത്രം നോക്കൂ. റൈറ്റ് ടു ബി ഹെയർഡ് ദ ടൈം ഓഫ് വിഡ്രോവൽ ഓഫ് ക്രിമിനൽ കേസസ് അഗൈൻസ്റ്റ് ദി അക്യൂസ്ഡ്. അതായത് ക്രിമിനൽ കേസ് വിഡ്രോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആളെ കേട്ടിരിക്കണം. ഓക്കെ, റൈറ്റ് ടു ബി ഹെയർഡ് ദ ടൈം ഓഫ് വിഡ്രോവൽ ഓഫ് ക്രിമിനൽ കേസ് അഗൈൻസ്റ്റ് അക്യൂസ്ഡ്. അക്യൂസ്ഡിനെ അഗൈൻസ്റ്റ് ആയിട്ട് ക്രിമിനൽ കേസ് വിഡ്രോ ചെയ്യുന്നതിന് മുന്നേ അയാളെയും കൂടെ, അതായത് വിക്ടിമിനെ കേട്ടിരിക്കണം. റൈറ്റ് ടു ഹെയർഡ്, അങ്ങനെ റൈറ്റ് അയാൾക്കുണ്ട്. റൈറ്റ് ടു അപ്പീൽ, നമുക്കറിയാം റൈറ്റ് ടു അപ്പീൽ എന്താണെന്ന്. കേസ് നമുക്ക് അപ്പീലിന് പോവാം, അയാൾക്ക് അപ്പീൽ, അത് റൈറ്റ് ആണ്, പുള്ളിയുടെ റൈറ്റ് ആണ്. എന്ത് ചെയ്യാം, വിക്ടിമിന് പോവാൻ പറ്റുന്നുള്ള റൈറ്റ് ആണ്. റൈറ്റ് ടു കോമ്പൻസേഷൻ, വിക്ടിം കോമ്പൻസേഷൻ സ്കീം നമ്മൾ CRPCയിലും BNSലും ഒക്കെ ഉണ്ട്. വിക്ടിം കോമ്പൻസേഷൻ സ്കീം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് വിക്ടിംസ്, അതും പറയുന്നുണ്ട്. ഓക്കെ, ട്രീറ്റ്മെന്റ് ഉടനടി ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കണം. ഇൻ കേസ് അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ കൂടിയും അത് ഒരു ഒഫൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ റൈറ്റ് ടു ബി എക്സാമിൻഡ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ, അതും പറയുന്നുണ്ട്. ദെൻ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം, വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഞാൻ MCQ ചെയ്ത സമയത്ത് പറഞ്ഞത് മഹേന്ദ്ര ചൗള വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിലാണ്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം നമ്മുടെ 398 BNSSൽ കൊണ്ടുവന്നത് മഹേന്ദ്ര ചൗള വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിന്റെ ഭാഗമായിട്ടാണ്. ഈ കേസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇത് കുറച്ച് കാറ്റഗറി ആയിട്ട് ഈ ഒരു വിറ്റ്നസിനെ കാറ്റഗറി 1, 2, 3 എന്ന് വെച്ചാൽ എങ്ങനെയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അനുസരിച്ചിട്ട് കുറെ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്, നമ്മൾ വായിച്ചു നോക്കുക. ഇത് ഓൾറെഡി ഇതിന് കുറച്ച് മുന്നേ വിക്ടിം പ്രൊട്ടക്ഷൻ ബിൽ 2015 എന്നൊക്കെ ബില്ലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതൊന്നും നടപ്പാക്കാത്തപ്പോഴാണ് ഈ ഒരു കേസ് വഴി കുറച്ച് ഡയറക്ഷൻസ് കൊണ്ടുവന്നത്. ഓക്കെ, ദെൻ റൈറ്റ് അഗെയിൻസ്റ്റ് ക്ലോഷർ റിപ്പോർട്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് ക്ലോഷർ റിപ്പോർട്ട് അറിയില്ലേ, എവിഡൻസ് ഒന്നും ഇല്ല, സഫീഷ്യന്റ് അല്ല, എല്ലാം എങ്കിലും എന്ത് ചെയ്യാം, പോലീസ് ഓഫീസർക്ക് നമ്മുടെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. അതാണ് ക്ലോഷർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ക്ലോഷർ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, വിക്ടിമിന് എന്ത് ചെയ്യാം, ഒരു പ്രൊട്ടസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. എന്താ, അതിനൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ് സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ്
രാജേഷ് തൽവാർ ആൻഡ് അതേഴ്സിന്റെ കേസ്. നമ്മുടെ തൽവാർ കേസില്ലേ, ഇമ്പോർട്ടൻറ്റ് തൽവാർ കേസ്, ആ കേസാണിത്. ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ആരുഷി മർഡർ കേസിലെ തൽവാർ കേസ്, അതന്നെ ആരുഷി മർഡർ കേസ് വെയറിൻ ക്ലോഷർ റിപ്പോർട്ട് പോലീസ് യു പി പോലീസ് എന്ത് ചെയ്തു, ഒരു ക്ലോഷർ റിപ്പോർട്ട്, എവിഡൻസ് ഒന്നുമില്ല, ഒരു ക്ലോഷർ റിപ്പോർട്ട് ഫയൽ ചെയ്തു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, അവരൊരു പ്രൊട്ടക്ഷൻ പെറ്റീഷൻ അവിടെ ഫയൽ ചെയ്തിട്ടുണ്ടായത്. പ്രൊട്ടക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, മാറ്റർ CBIക്ക് പോയി. CBI പിന്നെ ഒരു ചാർജ് ഷീറ്റ് അവിടെ ഫയൽ ചെയ്തു. അപ്പൊ എന്താ, ഇതൊരു ഇഫക്റ്റീവ് റെമഡി ഇൻ ദ ഹാൻഡ്സ് ഓഫ് വിക്ടിം ഓഫ് ക്രൈം ബി ഡിസാറ്റിസ്ഫൈഡ് ഫ്രം ദ ഇൻവെസ്റ്റിഗേഷൻ, ഹി ഓർ ഷീ ക്യാൻ ഫയൽ വിത്ത് പ്രൊട്ടസ്റ്റ് പെറ്റീഷൻ എന്ത് ചെയ്യാം, ഫയൽ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേ. ഇത് ഓൾറേ ഉള്ളൂ. ഇന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ പറഞ്ഞ വിക്ടിം പ്രൊട്ടക്ഷൻ അണ്ടർ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം നമ്മൾ അടുത്ത ക്ലാസ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് വിത്ത് കേസസ് ഡീൽ ചെയ്യാം. അപ്പൊ ഇതെല്ലാം നോക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ജനറൽ ഒരു ഇതായിട്ടാണ്. നമ്മൾ സെക്ഷൻസ് ഒന്നും അധികം ആ കോട്ട്സിന്റെ കാര്യങ്ങളല്ലാണ്ട് നമ്മൾ സെക്ഷൻസ് ഒന്നും അധികം ഡീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ CRPC BNS എടുക്കുമ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ ക്ലോസ് തൊട്ട് നന്നായിട്ട് വായിക്കാം. ബെയർ ആക്ട് എത്രത്തോളം വായിക്കുക അത്രത്തോളം വായിക്കാം. ബെയർ ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. ചിലരൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് ബെയർ ആക്ട് തിന്നണം വിഴുങ്ങണം, അങ്ങനെ ഒന്നും വേണ്ട. കൺസെപ്റ്റ് എന്താ ആ സെക്ഷനിൽ എന്താണ് പറയുന്നത്, ആരെ പറ്റിയാണ്, എന്തിനെ പറ്റിയാണ്, എന്തുകൊണ്ടാണ്, അങ്ങനെയൊക്കെ കൺസെപ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ ബേസിക് അതൊരു ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ടല്ലോ, അതൊക്കെ ഓർത്തിരിക്കുക. ഞാൻ പറയാം, കോൺസ്റ്റിറ്റ്യൂഷനിൽ എനി സിറ്റിസൺസ്, ഓൾ സിറ്റിസൺസ്, എനി പേഴ്സൺ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ആർട്ടിക്കിൾ ആർക്കാണ് ബാധകം, പേഴ്സൺസിനാണോ അല്ലെ സിറ്റിസൺസിനാണോ, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ആ ഒരു അതൊക്കെ നോക്കി വെക്കുക. അല്ലാണ്ട് തിങ്ങിയ വിഴുങ്ങിയ ചവയ്ക്കുക അതൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് വായിക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ബെയർ ആക്ട് വായിക്കാൻ പറ്റുമോ അത്രത്തോളം ബെയർ ആക്ട് നന്നായിട്ട് എല്ലാത്തിൻ്റെയും, കൂടുതലും ക്രിമിനൽ ലോ മാത്രമേ ഉള്ളൂ APPയിൽ. സോ അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എല്ലാം വായിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.